കർത്താവിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ മുഴുവൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. മനസ്സ് തകർന്നവരും ജീവിതത്തിലെല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവരുമൊക്കെ ഒരു പക്ഷേ ഈ വചനം കേൾക്കുന്നുണ്ടാകും, ഈ പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ടാകും. ഒരാൾ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജനനം ഒരുപാട് പേരറിയും, മരണവും അതിനേക്കാൾ കൂടുതൽ ആളുകൾ അറിയും. എന്നാൽ ജീവിതത്തിനും ജനനത്തിനും മരണത്തിനുമിടയിൽ ഒരുപാട് ജീവൻ മരണ പോരാട്ടങ്ങളുണ്ട്. അതാ സഹിക്കാൻ പറ്റാത്തത്. ജനനം എല്ലാവരും അറിയും, മരണവും അതിനേക്കാൾ കൂടുതൽ പേരറിയും. പക്ഷെ അതിനിടയിൽ അനുഭവിക്കുന്ന മനോവിഷമങ്ങൾ, സംഘർഷങ്ങൾ, ആരോടും പറയാൻ പോലും പറ്റാത്ത ചില സങ്കടങ്ങൾ, അത് ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങുന്നൊരു വേദനയാണ് പലർക്കും. ഇന്ന് ആ വേദനയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. മനസ്സിൻ്റെ സംഘർഷങ്ങളുണ്ട്. കത്തി നിൽക്കുന്നൊരു വിളക്ക് പോലെയാണ് മനുഷ്യൻ. ശ്രദ്ധിച്ചില്ലെങ്കിൽ വേഗത്തിൽ കെട്ടുപോകും. എത്ര മനുഷ്യരാണെന്നറിയാമോ ജീവിതത്തിൽ കെട്ടുപോയവർ? ജീവനൊക്കെ ഉണ്ട്, പക്ഷെ മരിച്ചവനെ പോലെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഒരാളുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ നമ്മൾ പറയും ആള് പോയി, ആള് മരിച്ചുപോയി എന്ന്. എന്നാൽ ചില ആളുകൾ ജീവനോടെയുണ്ട്, പക്ഷെ അവരുടെ മനസ്സ് ചില കട്ടിയായ വിഷമങ്ങൾ സ്വീകരിച്ച് പെട്ടെന്ന് മനസ്സ് മരിച്ചു, മനസ്സിൻ്റെ ശ്വാസം നിലച്ചു. പ്രതീക്ഷിച്ചതുപോലൊന്നുമല്ല കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ, കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരു തരിയോളം പോലും തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ, ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞപ്പം മനസ്സാണ് ചത്തുപോയത്. അത് ജീവൻ മരണ പോരാട്ടം പോലെയാണ്. ചില ആളുകൾ വാതിലടച്ചൊറ്റയ്ക്ക് മുറിയിൽ കയറി വല്ലുവായിൽ കരയുന്നത് കേട്ടിട്ടുണ്ട്. എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ഒന്നും അവർ പറയത്തില്ല, ഒന്നുമില്ലാന്നേ അവർ പറയത്തുള്ളൂ. നമ്മുടെ എല്ലാ വേദനകളെയും യേശുവിൻ്റെ കരങ്ങളിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിൽ ചിലതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാണ്. ശിരസിൽ കരങ്ങൾ വെച്ചൊരനുഗ്രഹത്തെ കൈമാറുന്നത് പോലെയായി പ്രാർത്ഥനയുടെ സമയം. ശിരസിൽ കരങ്ങൾ വെച്ചൊരനുഗ്രഹത്തെ കൈമാറുന്നത് പോലെ കർത്താവേ, പ്രാർത്ഥനയുടെ സമയം ഓരോരുത്തരുടെ ജീവിതത്തിലേക്കുമുള്ള അനുഗ്രഹത്തെ കൈമാറുകയാണ്. ഓരോ ദിവസവും സ്വീകരിക്കുന്ന വചനത്തെ ചുറ്റിപ്പറ്റിയാണ് നിനക്കുള്ള നന്മകൾ ഇരിക്കുന്നത്. ഒരു പൂവിൽ സുഗന്ധമുള്ളതുപോലെ, ഒരു പൂവിൽ തേനുള്ളതുപോലെ കേൾക്കുന്ന ഓരോ വചനത്തിലും നിന്റെ അനുഗ്രഹമുണ്ട്. ഒരു പൂവിൽ സുഗന്ധമുള്ളതുപോലെ, പൂവിൽ തേനുള്ളതുപോലെ കേൾക്കുന്ന വചനത്തിനകത്ത് നിന്റെ വിടുതലുണ്ട്, നിന്റെ നന്മയുണ്ട്. പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും വെറുതെ ആകത്തില്ല. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ 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 ആമേൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ 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 ആമേൻ. ആശ്വാസം
ശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. അതുകൊണ്ട് പറഞ്ഞു എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച്, എനിക്കറിയാം ഇതിനകത്ത് നല്ല ചൂടുണ്ടെന്നും ആവിയും പരവേശവും ക്ഷീണവും ഒക്കെ തോന്നും. അത്രയധികം ആളുകൾ ഈ ഒരു ഹാളിനകത്ത് തിങ്ങിക്കൂടിയിട്ടുണ്ട്. ഇതുപോലെ താഴെയും വരാന്തയിലെല്ലാം ആളുകളുണ്ട്. നിങ്ങൾ ദൈവത്തിൽ അത്രയേറെ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സഹിക്കുന്നത്. വചനത്തെ സ്വീകരിക്കുന്നവരുടെ ഇടയിൽ, വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവരുടെ ഇടയിൽ ആ വചനം ജീവിക്കാൻ തുടങ്ങും. വചനം ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് അവരിൽ അത്ഭുതമാകാൻ തുടങ്ങും. വചനം ജീവിക്കാൻ തുടങ്ങണം. വചനം എല്ലാവരും കേൾക്കുന്നുണ്ട്, അത് അനേകരിൽ ജീവിക്കുന്നില്ല. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ്, ശരീരം, ആത്മാവ് എല്ലാം ഒരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈ കേൾക്കുന്ന വചനം കേട്ടു മറക്കാതെ അത് ഞങ്ങളിൽ ജീവിക്കാൻ തുടങ്ങട്ടെ. ആ വചനം എന്നിൽ ജീവിക്കാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് ആ വചനം എന്നിൽ ഇന്ന് ജീവിക്കാൻ തുടങ്ങണം. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ചില വേദനകളെ നോക്കിയിട്ട് ഇന്നലെ വന്നവരോട് പറഞ്ഞൊരു കാര്യം പറയുക. ഒന്നും കൂടെ, ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില ഒറ്റപ്പെടലിനെ നോക്കിയിട്ട്, ചില പരാജയങ്ങളെ നോക്കിയിട്ട്, ചില യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ പോലെ ചില തീപ്പന്തം കൊണ്ട് കുത്തിയ വേദന അനുഭവിക്കുന്നവരുണ്ട്. ചതഞ്ഞ് കലങ്ങിയ മനസ്സും മനോഭാവമുള്ളവരുണ്ട്. അതിനെ നോക്കിയിട്ട് വിശ്വാസത്തോടെ ഇങ്ങനൊന്ന് മനസ്സിൽ പറയാമോ, എന്തോ നന്മയ്ക്കാണത്, എന്തോ ഒരു നല്ല കാര്യത്തിനാ. അതാണ് ഇന്ന് കുർബാന സ്വീകരണത്തിൽ പാടിയ പാട്ട്. ഇന്നലകൾ തന്ന വേദനകൾ നിന്റെ നന്മയ്ക്കായിരുന്നു. വേദനിപ്പിച്ചവരെ മറക്ക്, അതിലൂടെ കിട്ടിയ പാഠങ്ങൾ മരണം വരെ മറക്കല്ല്. വേദനിപ്പിച്ചവരെ, ഉപദ്രവിച്ചവരെ, കഷ്ടപ്പെടുത്തിയവരെ മറക്ക്, ക്ഷമിക്ക്, അത് പോട്ടെ. പക്ഷെ അതിലൂടെ കിട്ടിയ കുറേ പാഠങ്ങളുണ്ട്. വേദനിപ്പിച്ചവരും കളിയാക്കിയവരും ഒറ്റപ്പെടുത്തിയവരൊക്കെയാ ശരിക്കും നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ചത്. ചില നല്ല ഉറപ്പുള്ളവരാക്കി മാറ്റിയത് അതൊക്കെയാണ്. നമ്മളെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചത് അവരൊക്കെയാണ്. ആ വിഷമിപ്പിച്ചവരാണ്. അവരെ മറക്ക്, ക്ഷമിക്ക്. അവർ തന്ന പാഠങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരുന്നാൽ നീ എന്ന വ്യക്തി, ഞാനെന്ന വ്യക്തി ജീവിതത്തിൽ തോക്കത്തില്ല, ജീവിതത്തിൽ തോക്കത്തില്ല. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് മടുപ്പുണ്ടെന്നറിയെങ്കിലും ഒന്ന് പറയുക. ഇന്നലകൾ തന്ന വേദനകൾ എൻ്റെ നന്മയ്ക്കാണ്, എന്തോ നന്മയ്ക്കാണത്. എന്നാന്ന് പറയാനൊന്നും അറിയില്ലായിരിക്കാം, എന്താണെന്ന് പ്രസംഗിക്കാനൊന്നും അറിയില്ല. ഇന്നലകളിലെ വേദനകൾ എൻ്റെ എന്തോ നന്മയ്ക്കാണ് എന്ന് പറയാമോ? ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇത് എല്ലാ ജീവിതങ്ങളിലും ഇത് പാടാൻ പറ്റും, ഒത്തിരി കൊണ്ട് പാടാൻ പറ്റും. ഇന്നലകളിൽ വേദന അനുഭവിക്കാത്തവരെ ആരുമില്ല. ഇന്നലകളിൽ സങ്കടം അനുഭവിക്കാത്തവരായി ഇതിനകത്ത് ആരുമില്ല. ഇന്നും കൂടെ ചില സഹനങ്ങളെ ചുമക്കുന്നവരായി ഇതിനകത്തിരിക്കുന്നത്. അതിനെ നോക്കിയിട്ട് ഞാൻ ഇന്ന് ദൈവത്തിൽ നിന്നുകൊണ്ട് പറയുക, നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങോട്ട് ആ പരാജയം നന്മയ്ക്കാണ്. ആ വ്യക്തി അങ്ങനെ പറഞ്ഞത് എൻ്റെ നന്മയ്ക്കാണ്. ആ വ്യക്തി എന്നെ വിട്ടുപോയത് നന്മയ്ക്കാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി സത്യം, പക്ഷെ എന്തോ നന്മയ്ക്കാണ്. അതെനിക്ക് ലഭിക്കാതെ പോയത്
നന്മയ്ക്കാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഉള്ളിൽ തട്ടി വിശ്വസിച്ചുകൊണ്ട് പാടുന്നു. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഉള്ളി തട്ടി പാടി. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. സങ്കടത്തോടെ വന്ന നിങ്ങൾ സന്തോഷത്തോടെ പോകാൻ പറ്റണം. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാ ഇങ്ങനെ പാടിയത്, പ്രാർത്ഥിച്ചത്. എല്ലാത്തിൻ്റെ പിറകിലും ഒരു ദൈവഹിതമുണ്ട്. പ്രാർത്ഥനയോടെ ഇരിക്കാം, പ്രാർത്ഥനയോടെ ഇരിക്കാം. ഹല്ലേലൂയ. ഈ നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു പകൽ സമയത്ത് ഇത്രയും ആളുകൾ ഇതിനകത്തിരിക്കുക തന്നെ അസാധ്യമാണ്. നല്ല ചൂടും പരവേശമുണ്ട്. ആ ചൂട് ഇവിടം വരെയുണ്ട്. എങ്കിലും ഇതെല്ലാം സഹിച്ചിരിക്കണമെങ്കിൽ അതൊരു ദൈവ പദ്ധതിയുടെ ഭാഗമായി വിശ്വസിക്കുവാണ്. ഇപ്പോൾ ഈ പാടിയ പാട്ട് ജീവിതവുമായി ഭയങ്കര ബന്ധമുണ്ട് പലരുടെയും. ആ പാട്ട് നിങ്ങൾ പെട്ടെന്നൊന്നും മറക്കരുത്. ഞാൻ ഇന്നലെയും ആളുകൾ വന്നപ്പോൾ ആ വാക്കു പറഞ്ഞു. ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കുന്ന ചില വിഷമങ്ങൾ നമുക്ക് ഗുണിച്ചാലും ഹരിച്ചാലും കൂട്ടിയാലും കുറച്ചാലും ഇതെന്തിനാണെന്ന് മനസ്സിലാകത്തില്ല. നമ്മൾ ഇരുന്ന് കണക്ക് കൂട്ടി നോക്കും, ഇതെന്താ എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും സങ്കടങ്ങളാണല്ലോ ദൈവമേ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. നമ്മളെത്ര കണക്ക് ചിന്തിച്ചാലും പിടികിട്ടത്തില്ല ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന്. പക്ഷെ പാട്ടുകാരൻ പറയുവാണ്, ഇന്നലകൾ ഉണ്ടായ ചിലതൊക്കെ എന്തോ നന്മയ്ക്കാണ്. ഇപ്പം പിടികിട്ടൂല, ചിലപ്പോൾ 5 മാസം കഴിയുമ്പോൾ പിടികിട്ടും, ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ പിടികിട്ടും, ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ ഓർക്കും അതൊക്കെ അങ്ങനെ സംഭവിച്ചത് എന്തൊക്കെയോ നന്മയ്ക്കായിരുന്നല്ലോ എന്ന്. മനസ്സിലെങ്കിലും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലേലും ദൈവസന്നദ്ധിയിൽ ഇരുന്നത് പറയുവാണ്, എന്തോ നന്മയ്ക്കാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു നഷ്ടം ഉണ്ടായത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നന്മയ്ക്ക്, എന്തോ നന്മയ്ക്കാണ്. മനുഷ്യൻ്റെ ബുദ്ധി ശക്തി എല്ലാം കൂടെ കൂട്ടിയാലും നമുക്ക് എല്ലാം പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്തോ നല്ലതിനാണ്. എന്തിനാണാവോ ആ ബന്ധം മാറിപ്പോയത്? എന്താണാവോ ആ വ്യക്തി എന്നോട് അങ്ങനെ പറഞ്ഞത്? എന്താണ് ആ കാര്യം എനിക്ക് നടക്കാതെ പോയത്? ഇതൊന്നും ഇന്ന് ഉത്തരവില്ല. പക്ഷെ എന്തോ നന്മയ്ക്കാണ്, എന്തോ നല്ലതിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടുണ്ട്, നെല്ലിക്ക അത് തിന്നുമ്പം ആദ്യം കയ്പും കമർപ്പുമാണ്. ചിലരത് അന്നേരം തുപ്പിക്കളയും. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് വായിൽ പച്ച വെള്ളമാ കുടിച്ചാലും തേൻ പോലെ ഒരു മധുരമാണ്. പ്രാർത്ഥനയും ആരാധനയും ശുശ്രൂഷകളൊക്കെ ഒത്തിരി പേർക്ക് നെല്ലിക്ക പോലെയാണ്. അതിന്
രുചിയില്ല, കമർപ്പ്, കയ്പൊക്കെയാണ്. ആർക്കും ഇഷ്ടമില്ല. ചിലത് ഉപ്പിക്കളയും. ഞാൻ വരുന്നില്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് താല്പര്യമില്ല, എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താണ്? കുറേ പാട്ട്, കുറേ പ്രസംഗം, എനിക്കിഷ്ടമില്ല. പക്ഷേ ഇഷ്ടമില്ലേലും, നെല്ലിക്ക കഴിച്ചത് ഇഷ്ടത്തോടെയൊന്നും അല്ലേലും പിന്നീട് നിനക്ക് തന്നെ അത് മധുരമായിട്ടാണ് മാറിയത്. നിനക്ക് തന്നെ നിന്റെ വായിൽ ഒഴിച്ച പച്ചവെള്ളം നീ തേൻവെള്ളം പോലെ ഇറക്കിയത് ഇവിടെ വന്നത് കഷ്ടപ്പെട്ടാണ്. നെല്ലിക്ക പോലെ കയ്പും കമർപ്പും ഒക്കെ ഇത്രയും ദൂരം. ഈ സ്ഥലമില്ല, ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടിയില്ല. കയ്പായും കമർപ്പായും ഒക്കെ തോന്നും. എത്ര സമയമുണ്ട് ഇനി തീരാൻ, ശുശ്രൂഷകൾ തീരാൻ എത്ര സമയമെടുക്കും? പലതും അസ്വസ്ഥതയുണ്ട്. കയ്പായും കമർപ്പായും തോന്നിയവന് തന്നെ പിന്നീടത് തേൻ പോലെ ആയിരിക്കും അത് മധുരിക്കുക. നെല്ലിക്കയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥനയും ചിലപ്പോൾ കയ്പായിട്ടും കമർപ്പായിട്ടും തോന്നും. ഇഷ്ടമില്ലായിരിക്കാം, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷെ അത് നിനക്ക് തന്നെ നാളുകളിൽ സന്തോഷത്തിൻ്റെ ഒരു സാക്ഷ്യമായി എന്ന് പറഞ്ഞാൽ തേൻ പോലെ മധുരിക്കുന്ന ഒരനുഭവമായി അതങ്ങ് മാറൂലെന്ന് ആരാ പറഞ്ഞത്? അത് അനുഗ്രഹമായി നിനക്കത് മാറും. നിന്റെ നന്മയ്ക്കായത് മാറും. എന്തോ നന്മയ്ക്കാണെല്ലാം. എന്തോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും എന്തൊക്കെയോ നന്മയ്ക്കായിട്ട് മാറും എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് ഒത്തിരി പ്രതീക്ഷയോടെ ഒരിക്കൽ പ്രസംഗിച്ചതാകാം. എങ്കിലും ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാർത്ഥനയോടെ കൊണ്ടുവരികയാണ്. ഈ വചനത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും നിനക്കുള്ളൊരു അനുഗ്രഹവും ഇന്നുണ്ടാവുക. ഓരോ വചനത്തെ ചുറ്റിപ്പറ്റിയ ഒരു അനുഗ്രഹമുണ്ട്. ഈ ശുശ്രൂഷയെ ചുറ്റിപ്പറ്റിയ ഒരു അനുഗ്രഹമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയെ ചുറ്റിപ്പറ്റി ചില നന്മകളുണ്ട്. ആ ഈ കേൾക്കുന്ന വചനം വെറുതെ ചെവി കൊണ്ട് കേട്ട് മറക്കാതെ അത് നിൻ്റെ അകത്ത് ജീവിക്കാൻ തുടങ്ങട്ടെ. അതിനൊരുക്കമുള്ളൊരു മനസ്സുണ്ടാകട്ടെ. ആ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ വചനത്തെ ചുറ്റിപ്പറ്റി നീ വളരും. നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങുമ്പോൾ അനുഗ്രഹത്തിൻ്റെ, നിന്റെ മേൽ വരാനുള്ള അനുഗ്രഹത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി അനുഗ്രഹത്തിലേക്കുള്ള ഒരു ഒഴുക്ക് നിന്നിലേക്ക് ആരംഭിക്കും. അത് നിന്റെ നന്മയ്ക്കായി മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാനൊരു ദൈവവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. ഇതൊരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. ആ വചനം നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉച്ചത്തിലൊന്നും പ്രാർത്ഥിച്ചില്ലേലും മനസ്സിലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. ആ കരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പറയണം, കർത്താവേ, ഈ വചനത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കമുള്ളൊരു ഹൃദയം എനിക്ക് വേണം. ഒരു നല്ല മനസ്സെനിക്ക് വേണം. വചനത്തെ സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങുന്നു. ഈ വചനത്തിലൂടെ സകല നന്മകളും എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നു. ഈ വചനത്തെ ചുറ്റിപ്പറ്റി എനിക്ക് എൻ്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നു. ഈ വചനത്തെ സ്വീകരിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ വചനം സ്വീകരിക്കുന്നത് ഒരു ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെന്നെക്കുറിച്ചുള്ള ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വായിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ. ഈ വാക്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് മനസ്സിലാക്കുവാൻ. പക്ഷേ ഇത് കീറി മുറിച്ച് പല കഷ്ണങ്ങളാക്കി ഒരു ഭക്ഷണം പോലെ നിങ്ങൾക്ക് വേയിച്ച് വിളമ്പുമ്പം അത് വേഗത്തിൽ നിങ്ങളുടെ അകത്ത് ജീവനോടെ അത് വരും, ഒരനുഗ്രഹമായിട്ട് വരും. ഞാൻ വായിക്കാം ഒരിക്കൽ കൂടി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ എത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. യേശു ഒരു വീട്ടിലാണ് ഉള്ളത്. ആ വീട്ടിലുണ്ടെന്ന വാർത്ത നാട്ടിൽ മുഴുവൻ ആൾക്കാർ പറഞ്ഞു, യേശു ഇന്ന വീട്ടിലുണ്ട്, ഇന്ന വീട്ടിൽ വന്നിട്ടുണ്ടെന്ന വാർത്ത പരന്നു.
അപ്പോൾ രണ്ടാമത്തെ വാക്യമാണ്, വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം. ദൈവസാന്നിധ്യം ഉള്ളിടത്താ ഈ വാതക്കപ്പോലും നിൽക്കാൻ സ്ഥലം കിട്ടാതിരിക്കുന്നത്. ആമേൻ. ഇപ്പൊ ഇവിടെ അങ്ങനെ ഉണ്ട്. ഇറങ്ങി പോകാൻ പറ്റുന്നില്ല, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഫുള്ളാണ്. ദൈവസാന്നിധ്യം ഉള്ളോണ്ടാ ഇത്രയും ആളുകൾ ഇതിനകത്ത് വന്നേ. ആമേൻ. ഇനി ഇത് AC റൂമാക്കി ഇവിടെ വന്ന് ഇരുന്നോളാൻ പറഞ്ഞാൽ പോലും ചിലർ വരത്തില്ല. അതിൻ്റെ വീട്ടിൽ AC ഉണ്ടെന്നൊക്കെ പറയും. ഇത്രയും സൗകര്യങ്ങൾ കുറവായിരുന്നിട്ടും ഇതിനകത്ത് ആളുകൾ വാതുക്കപ്പോലും നിൽക്കാൻ സ്ഥലമില്ലാത്ത വിധത്തിൽ ഇവിടെ വരാൻ കാരണം, ഇരിക്കാൻ കസേരയില്ലാത്ത വിധത്തിൽ ഇത്രയും ആളുകൾ വരാൻ കാരണം ഇവിടെ ദൈവ സാന്നിധ്യം എന്ന അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ആമേൻ. യേശു ഒരു വീട്ടിലുണ്ട്. ആ വീട് വലിയ വീടാ, AC റൂം ഉള്ളതുകൊണ്ടൊന്നുമല്ല ആളുകൾ വന്നത്. യേശു ഉള്ളിടത്ത്, ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് അന്നും ഇന്നും ആളുകൾ ഓടിക്കൂടും. ദൈവ സാന്നിധ്യം കുറയുമ്പം ആളുകൾ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. ഇന്ന് ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആമേൻ. അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് വേദന സഹിച്ച് വിവിധ ദേശങ്ങളിൽ നിന്നും സമീപത്തു നിന്നും ദൂരങ്ങളിൽ നിന്ന് പോലും ഇവിടെ ആളുകൾ വന്നത്. ഇന്നലെ 2 പേരെ കണ്ടപ്പോൾ അവരുടെ മുഖം ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ, എവിടെ നിന്നാണ് വരുന്നത്? അങ്ങ് ദൂരെ നിന്നാണ് വരുന്നത്. ഇങ്ങോട്ട് വരാൻ വേണ്ടി ട്രെയിനിൽ സീറ്റ് കിട്ടിയില്ല, രാത്രി മുഴുവൻ നിന്നു. രാത്രി മുഴുവൻ ഒട്ടും ഉറങ്ങാതെ ട്രെയിനിൽ നിന്നിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ടാന്ന് പറഞ്ഞു. അപ്പം നോക്കൂ, ഇവിടെ ഇത്രയും ദൂരം വരണമെങ്കിൽ ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ഒന്നും കൂടെ വായിച്ച ആ വാക്യം, വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. നാട്ടുവിശേഷമൊന്നും പറഞ്ഞില്ല, ചിരിക്കാൻ പറ്റുന്ന വിഷയമോ കോമഡി ഒന്നും പറഞ്ഞില്ല. ആ ജനത്തോട് വളരെ സീരിയസ് ആയി, ഗൗരവമായി വചനത്തെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഇവിടെയും ചിരിക്കാൻ പാകത്തിനൊന്നുമില്ല. ചിരിക്കുന്ന മുഖങ്ങൾ പോലും വളരെ കുറവാണ്. എല്ലാവരും വലിയ ഗൗരവത്തിലാണ്. പക്ഷേ എങ്കിൽ പോലും ഇതേപോലെ തന്നെ പ്രസംഗിക്കുക, വളരെ ഗൗരവത്തോടെ ദൈവത്തിൻ്റെ വചനം അവിടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ, ഇനിയുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ 4 പേര് ഒരു തളർവാദ രോഗിയെ ഒരാളെ എടുത്തുകൊണ്ടുവന്നു. ഒരാളെ തളർവാദ രോഗിയാണ്, നടത്തിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. ബോഡി മൊത്തം ബലഹീനമാണ്, തളർവാദം പിടിപെട്ട് കിടപ്പിപ്പോയ ഒരാളാണ്. 4 പുരുഷന്മാർ ഒരു തളർവാദ രോഗിയെ കട്ടിലേൽ അവിടെ ചുമന്നുകൊണ്ട് വന്നു. ഇത് നിങ്ങൾ മനസ്സിൽ കാണണം. അവരെടുത്തിയ റിസ്ക്, കഷ്ടപ്പാടെന്ന് ഓർക്കണം. 4 പേര് അന്നത്തെ കാലത്ത് കട്ടിലേ കിടക്കുന്ന ഒരാളെ ചുമന്നോണ്ട് വരുക ദൈവ സാന്നിധ്യമുള്ള ആ ഇടത്ത്. ഇവിടെയും കട്ടിലെ ചുമന്നുകൊണ്ടൊന്നും അല്ല വന്നേലും ചില സങ്കടങ്ങൾ ചുമന്നോണ്ടാണ് ഇതിനകത്ത് വന്ന് കയറിയത്. എങ്ങനെ മനസ്സിലായി? എഴുതിയിട്ടിരിക്കുന്ന ഓരോ കടലാസും നോക്കി അറിയാം, ഓരോ പ്രാർത്ഥനാദീയവും കണ്ടാൽ അറിയാം. എല്ലാം ഒന്നിനൊന്നിന് സങ്കടങ്ങളാണ്, വേദനകളാണ്. തളർവാദ രോഗിയെ 4 പേര് ചുമന്നുകൊണ്ട് വന്ന പോലെ ഓരോ വിഷമങ്ങളും ഒക്കെ ചുമന്നുകൊണ്ടാണ് ഈ മല കയറി ഇവിടം വരെ വന്നത്, അല്ല വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നത്. 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തോണ്ട് വന്നപ്പം അതിനകത്തോട്ട് കയറാൻ പോയിട്ട്, ഇരിക്കാൻ പോയിട്ട്, വീൽ ചെയർ കയറ്റാൻ പോയിട്ട് സ്ഥലമില്ല, ഒരാളും മാറിക്കൊടുക്കത്തുമില്ല. ഈ 4 പേർ, എൻ്റെ ഭാവനയിലാണ് ഞാൻ കാണുന്നത്, ഈ 4 പേരും വന്ന് അവിടെ നിന്ന പലരോടും ചോദിച്ചു കാണും, ഇയാളെ ഒന്ന് അകത്തോട്ട് കയറ്റാൻ. ആരും സമ്മതിച്ചിട്ടില്ല. എല്ലാവരും ആവശ്യക്കാരും അത്യാവശ്യക്കാരുമാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. എൻ്റെ ആവശ്യമാണ് എനിക്ക് വലുത്, എൻ്റെ വേദനയാണ് എനിക്ക് വലുത്, എന്നേക്കാൾ വേദന സഹിക്കുന്ന ആളായിരിക്കും അവിടെ ഉള്ളത്. എല്ലാവരും ആരും മാറാൻ തയ്യാറായില്ല. അപ്പോൾ ഈ 4 പേർ എടുത്ത് തീരുമാനം എന്നാണെന്നറിയാമോ? ഈ രോഗിയെ എടുത്ത് പെരയുടെ മുകളിൽ കയറ്റണം. എന്നിട്ട് ഓടിട്ട വീടാണ്. എന്നിട്ട് ഓട് പൊളിച്ച് പട്ടിക മാറ്റി ഈ കട്ടിലെ കയറിട്ട് ഈ മനുഷ്യനെ കട്ടിലോടെ താഴോട്ട് ഇറക്കുവാണ്. അതാണ് അവർ തീരുമാനിച്ചത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ
ദൈവം കാണുന്നുണ്ട്. അത് മറക്കല്ല്. നമ്മളുടെ കഷ്ടപ്പാട്, മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളെടുത്ത കഷ്ടപ്പാട് നിങ്ങളുടെ മക്കൾ പോലും കാണുന്നില്ല. അതിന് കാണുന്നുണ്ടേ തന്നെ അത് വില കൽപ്പിക്കുന്നില്ല. പക്ഷെ നമ്മളെടുക്കുന്ന ചില കഷ്ടപ്പാടുണ്ട്. എൻ്റെ വീട്ടിലെ ചില ആളുകൾ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ എടുത്ത ചില നോമ്പുകളുണ്ട്, ഞാൻ എടുത്ത ചില ഉപവാസമുണ്ട്, ഞാൻ ഒഴുക്കിയ കണ്ണുനീരുണ്ട്. ഇത് ഒരാളും കാണത്തില്ല, പക്ഷേ ദൈവം അത് കാണുന്നുണ്ട്. ഇനി അത് ഞാൻ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തെളിവടക്കം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാം. ഇവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കത്തില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ മറക്കരുത് കേട്ടോ. അവർ വിലപ്പെട്ടവരാണ്. കയ്യിൽ കാശും ജീവിതവും നാളെ നല്ല ബന്ധവും വരുമ്പം കണ്ണുനീരോടെ വർഷങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നീ മറന്നു കളയും. ഓർക്കുക പോലുമില്ല. ആരാ? പുള്ളിയോ? പരിചയം പോലും ആ മുഖത്ത് തോന്നിപ്പിക്കത്തില്ല. ഓ, എത്ര വർഷം ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ, എത്ര വർഷം. ഇപ്പൊ കണ്ട പരിചയം പോലുമില്ല. നിന്നെ പൈസ കൊണ്ട് സഹായിച്ചവരെക്കാൾ വിലയുണ്ട് പ്രാർത്ഥന കൊണ്ട് നിന്നെ സഹായിച്ചവർക്ക്. അവർ വിലയുള്ളവരാണ്, വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് ഇതൊക്കെ പറയാൻ. പ്രാർത്ഥിച്ചവനെ മറക്കും, സഹായിച്ചവനെയൊക്കെ സ്വിച്ചിട്ട പോലെ മറക്കും. ഇത്ര പെട്ടെന്നൊക്കെ മനുഷ്യൻ മറക്കുവോ? ഇത്ര പെട്ടെന്നോ? 5 മിനിറ്റ് വേണ്ട. 5 മിനിറ്റ് കൊണ്ട്. ഇന്നലെ സന്ധിക്ക് പറഞ്ഞ പോലല്ല, നേരം വെളുത്തപ്പോൾ വേറെ കാര്യമാണ് പറയുന്നേ. ഇത്ര പെട്ടെന്നൊക്കെ മറക്കുവോ? മനുഷ്യൻ പെട്ടെന്ന് മറക്കും. പ്രാർത്ഥിച്ചവനെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ബൈബിൾ പറയുന്നതനുസരിച്ച് നിനക്കൊരു പച്ചവെള്ളവേലി ഒരാൾ തന്നാൽ മറക്കല്ലെന്നാണ് പറയുന്നത്. നാരങ്ങ പിഴിഞ്ഞിട്ടുമില്ല, പഞ്ചസാര ഇട്ടിട്ടുമില്ല, വെറും അപ്പുറത്തെ ടാപ്പിൽ നിന്ന് തുറന്ന് പച്ചവെള്ളമാണ് നിനക്ക് ദാഹിച്ചപ്പോൾ തന്നത്. അയാളെ പോലും മറന്നേക്കല്ലേ. അയാൾ പോലും വിലയുള്ളവനാണ്. നിനക്കൊരനുഗ്രഹം ഉണ്ടാകാൻ ദൈവം നിയോഗിച്ച ചില മനുഷ്യരുണ്ട്, എല്ലാവരും അല്ല. ഈ മനുഷ്യൻ തളർവാദം പിടിപെട്ട് കിടക്കുമ്പം ചേട്ടനും അനിയനും ഒന്നുമല്ല കട്ടിലെ പിടിച്ചോണ്ട് പോയത്, അയൽക്കാരുമല്ല, ഏതോ 4 പേര്. ബൈബിള് പറയുന്നില്ല അതാരാന്ന്. ചേട്ടൻ്റെ മക്കളാണോ അനിയൻ്റെ മക്കളാണോ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പം പരിചയപ്പെട്ട ആൾക്കാരാണോന്നൊന്നും പറയുന്നില്ല. ഏതോ 4 പേർ. ഇങ്ങനെ എനിക്കും നിങ്ങൾക്കും ഉണ്ട് കേട്ടോ, എവിടെയൊക്കെ ഒരു 4 പേർ. എല്ലാ വിധത്തിലും മനസ്സും ശരീരവും തളരുമ്പം ദൈവം നിയോഗിച്ച 3-4 പേര് ജീവിതത്തിൽ എന്നും കാണും. അത് നമ്മൾ വിചാരിക്കും ശത്രുവാണെന്ന് നമ്മെ തോന്നുന്നവൻ, പണ്ട് ശത്രുവിൻ്റെ ലിസ്റ്റിൽ പെടുത്തിയവൻ ഇത് നമ്മളെ മിത്രമാണ്. ശത്രുവാണെന്ന് കണ്ട് അടിച്ചോടിക്കാൻ വരട്ടെ, നാളെ അവൻ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിൽ അവനായിരിക്കും ദൈവദൂതനെ പോലെ ഒരാളായി ഇവിടെ നിൽക്കുന്നത്. മിത്രങ്ങളെന്ന് പറയുന്നവരും കൂടെ ഉണ്ടെന്ന് പറയുന്നവരും വേറെ രാജ്യത്തായിരിക്കുന്നത്. അവനിപ്പോൾ പറയുന്ന വിമാനത്തിന് ടിക്കറ്റ് ഭയങ്കര കൂടുതലാണ്, ഞങ്ങൾ അടുത്ത മാസം ഒത്താ വരാമെന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് നമ്മളോട് വലിയ നമുക്കിഷ്ടമില്ലാതെ നമ്മൾ തന്നെ കുറ്റമൊക്കെ പറഞ്ഞവൻ ഇന്ന് ഓടി വന്ന് 4-ൽ ഒരാളായിട്ട് കൂടെ നിൽക്കും. നിനക്കൊരനുഗ്രഹം വരുന്നത് ദൈവം നിയോഗിച്ച ഒരു 3-4 പേരിലൂടെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അത് ഞാനായിരിക്കും ആ ഒരാൾ, ചിലപ്പോൾ ഇവിടെയുള്ള ആരേലും ആയിരിക്കും, ചിലപ്പോൾ പാടുന്ന ആളായിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥിച്ച ഒരാളായിരിക്കും. അവരിലൂടെ ആയിരിക്കും നാളുകളിൽ നീ രക്ഷപ്പെടുന്നത്. നമ്മൾ ഈ പറഞ്ഞ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞവരൊന്നും ഉണ്ടല്ലോ, ഈ പഞ്ചായത്തിൽ പോലും നമ്മളെ കാണാൻ വരത്തില്ല, അറിഞ്ഞ ഭാവം പോലും നടിക്കത്തില്ല. നമ്മൾ മനസ്സ് ചിന്തിക്കും, മനുഷ്യൻ എത്ര വേഗമാണ് അങ്ങ് മാറിപ്പോയത്. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ വിലപ്പെട്ടവരാണ്. ഈ ധ്യാന കേന്ദ്രത്തിൽ മാത്രമല്ല നിങ്ങൾ വന്നിട്ടുള്ളതായിരിക്കും, പല പ്രാർത്ഥനയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടിയ പ്രാർത്ഥനയുണ്ടല്ലോ, അത് വിലയുള്ളതാണ്.
ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ, നിനക്ക് വേണ്ടി ആരൊക്കെയോ കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, ആരൊക്കെയോ നിന്റെ പ്രാർത്ഥനകൾ നിയോഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. അവരൊക്കെ ദൈവം നിനക്ക് വേണ്ടി നിയോഗിച്ചവരാണ്. നീ തകർന്നു പോകാതിരിക്കാൻ, നീ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ. അല്ലെങ്കിൽ എങ്ങനെയാണ് തിരുവനന്തപുരത്തുള്ള ഒരാൾ ഇവിടെ വരുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് കൊല്ലത്തൊരാൾ ഇവിടെ വരുന്നത്? അല്ലെങ്കിൽ ഇടുക്കിയിലുള്ള ഒരാൾ ഇവിടെ വരുന്നത്? നമ്മൾ തമ്മിൽ രക്തബന്ധങ്ങളില്ലല്ലോ, പിന്നെ എന്തിനാ വന്നത്? ഒരുപക്ഷെ നിങ്ങളുടെ വിടുതലിന് ദൈവം നിയോഗിച്ചത് ആ 4 പേരിൽ ഒരാൾ ഈ ഞാനായിരിക്കും. ചിലപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ഈ പാടിക്കേൾക്കുന്ന പാട്ടായിരിക്കും നിന്റെ വിടുതലിന് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ 4 പേരെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ 4 പേരില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തി അങ്ങനെ തന്നെ അവിടെ കിടന്നേനെ, അങ്ങനെ കിടന്ന് പുറവും പൊട്ടി ചീഞ്ഞ് മരിച്ചു പോയേനെ. പക്ഷേ നശിച്ചു പോകാതിരിക്കാൻ 4 പേരവിടെ വന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ച ആരൊക്കെയോ 4 പേർ ഈ ലോകത്തെവിടെയൊക്കെയോ ഉണ്ട്. നീ ഒരിക്കലും ഒറ്റയ്ക്കായി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം സമ്മതിക്കത്തില്ല. ദൈവദൂതന്മാരെ പോലെ ചില 4 പേർ ഏത് രാജ്യത്ത് തന്നാലും ഉണ്ടാവും നിനക്ക്, എനിക്ക്. അത് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടാണ് ആ 4 പേർ അവിടെ വന്നേ. ചില മനുഷ്യർ, ചില ആളുകൾ പറഞ്ഞത് ഇന്നും ദൈവം മനുഷ്യനായി ജനിക്കാറുണ്ട്. ദൈവത്തെ പോലെയാ ചിലർ ദൈവത്തെ പോലെയാണ്, ചിലർ പിശാചിനെ പോലെയാണ്. അവർ ചതിച്ചു കളയും വല്ലാതെ. ചിലർ ദൈവത്തെ പോലെ വന്ന് നമ്മളെ പറ്റിക്കും. ചിലർ ദൈവദൂതനെ പോലെയാണ്. നിങ്ങളും പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ദൈവം നിർത്തിയ ആരൊക്കെയോ 4 പേർ. മക്കളാകണോ നിർബന്ധമില്ല, കുടുംബക്കാരാകണോ നിർബന്ധമില്ല. അത് ദൈവം നിനക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന 4 പേരാണ്. ശരീരത്തിന് തളർച്ചയില്ല പലർക്കും, പക്ഷെ മനസ്സ് തളർവാദ രോഗിയെ പോലെയാണ്. ശരീരം തളർന്നതാണ് പലരുടെയും, മനസ്സ് തളർന്നതാണ്. ഉറങ്ങാൻ പോലും പറ്റത്തില്ലാത്ത വിധം നിങ്ങൾ വളരെ ക്ഷീണിതനാണ്. മനസ്സ് വേദനിക്കുന്നുണ്ട്. കത്തി കൊണ്ട് കുത്തുന്നേക്കാൾ വേദനയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുന്ന ചില വേദനകളുടെ ആഴത്തിന് ഇല്ലെന്ന് പറയാനൊക്കുമോ? ഇല്ലെങ്കിൽ ആരെ കൊണ്ട് പറ്റും ഈ ചൂട് സഹിച്ചിനകത്തിരിക്കാൻ? ആ വേദനയുടെ മുമ്പിൽ ഈ ചൂടൊന്നും അല്ലെന്നേ. ഇതൊക്കെ എന്ത് ചൂട്, ഇതൊക്കെയാണ് ആവി. ഇതിനേക്കാൾ ചൂട് സഹിക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? ദൈവമേ, എൻ്റെ ജീവിതത്തിന് ചുറ്റും ദൈവം നിർത്തിയിരിക്കുന്ന 4 പേരുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ, നിന്നെ ദൈവത്തിലേക്കൊന്ന് എത്തിക്കാൻ, നിനക്കൊരു സൗഖ്യം ഉണ്ടാകാൻ, നിനക്കൊരു വിജയം ഉണ്ടാകാൻ, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ ദൈവം ആരെയൊക്കെയോ നിർത്തിയിട്ടുണ്ട്. ആയ കാലത്ത് മറന്നേക്കല്ല അവരെയൊന്നും. മരിക്കുന്നവരെ മറന്നേക്കരുത്. അതൊക്കെ വിലയുള്ളവരാണ്, വിലപ്പെട്ടവരാണ്. പ്രാർത്ഥിക്കുന്നവന് വിലയില്ലെന്ന് പറയരുത്. അത് നിന്റെ ജീവിതവുമായി കണക്ക് കൂട്ടുമ്പോൾ, ഗുണിക്കുമ്പോൾ, ഹരിക്കുമ്പോൾ അവരൊക്കെ വിലപ്പെട്ടവരാണ് നിനക്ക്. കാര്യം രക്തബന്ധമോ കൂടപ്പുറമോ ഒന്നും അല്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവർ ചിലപ്പോൾ അതിലും മേലെയാണ്. ആ ഉയർത്തിയ കരങ്ങളോടെ ഒന്നെല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഇന്നലകൾ തന്ന വേദനകൾ എന്റെ നന്മയ്ക്കായിരുന്നു എന്ന് വിശ്വസിക്കുക. ഇന്നലകൾ തന്ന വേദനകൾ എന്റെ നന്മയ്ക്കാണെന്ന് ഞാനത് വിശ്വസിക്കുന്നു. എല്ലാവരും ചേർന്ന് കരങ്ങൾ താഴ്ത്തി ചേർന്ന് പാടാമോ? ഇന്നലകൾ തന്ന വേദനകൾ അർത്ഥമറിഞ്ഞ ഉള്ളിൽ തട്ടിപ്പാടിയേ. നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. എല്ലാവരും പറഞ്ഞ്, ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും.
എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം, നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ആ വചനത്തിലേക്ക് ഒന്നും കൂടെ വരികയാണ്, വചനത്തിലേക്ക് വരികയാണ്. 3-ാമത്തെ വാക്യം. അപ്പോൾ 4 പേർ ഒരു തളർവാത രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ അവർ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ ഭയങ്കര പ്രതിസന്ധി വന്ന ഈ തളർവാത രോഗിയെ കട്ടിലോടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അകത്തേക്ക് നമ്മളാണെങ്കിൽ നമ്മൾ പറയും പിന്നെ വരാം. നമ്മൾ തളർവാത രോഗിയോട് പറയും, സുഹൃത്തെ ഭയങ്കര തിരക്കാ, ഇനി അടുത്ത ദിവസങ്ങാനും പുള്ളി വരുമ്പോൾ വരാം. ഇവരാ നിലപാടെടുക്കുന്നേ ഇല്ല. നമ്മളാണെ പറയില്ല ഭയങ്കര തിരക്കാ, ചൂടാ, സമയം ഇത്രയായി, പോയേക്കാം. ഈ 4 പേരെ സമ്മതിക്കണം. ഈ 4 പേരാണ് തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ഒരനുഗ്രഹമായി മാറിയത്. ആമേൻ. നമുക്കൊക്കെ ചില ആളുകൾ ഭയങ്കര അനുഗ്രഹമായിട്ട് മാറും കേട്ടോ. ചില ആളുകളെ നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ്. നമ്മളവർക്ക് വലിയ ഉപകാരവും ചെയ്തിട്ടില്ല, പക്ഷെ നമുക്കവർ ഭയങ്കര ഭാഗ്യമാണ്. അവരെ ഒന്നും ഒരിക്കലും പിണക്കരുത്. നീ തകർന്നു കിടന്നപ്പം നിന്റെ കൂടെ നിന്ന 4 പേരില്ലേ, പിണങ്ങണ്ടി വന്നാലും പിണങ്ങിയേക്കല്ലേ. പിണങ്ങേണ്ടതൊക്കെ വരും, മനുഷ്യന്മാരല്ലേ. അഭിപ്രായങ്ങൾ വ്യത്യാസമൊക്കെ വരും, ദേഷ്യമൊക്കെ വരും, കുറ്റം പറഞ്ഞ് നോക്കി ഇരിക്കും, മനുഷ്യരല്ലേ. പിണങ്ങരുത്. കാരണം ആരുമില്ലാത്തപ്പം ഈ 4 പേരാ അന്ന് കൂടെ നിന്ന്. ആമേൻ. കുറച്ച് കാശും വീടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ 4000 പേര് വരും. ആരും ഇല്ലാത്തപ്പം 4 പേരുണ്ടാകത്തില്ലെന്നേ. എവിടെ? എൻ്റെ അറിവിലില്ല. ജീവിതത്തിലും അങ്ങനെയാണ്. നല്ല കാലത്ത് 1000 പേര് വിളിച്ചാൽ വരും. ആരും ഇല്ലാതെ ഒരു സാഹചര്യം, ഇച്ചിരി പൈസയൊക്കെ കുറഞ്ഞു നോക്കട്ടെ, വിളിച്ചാൽ ഫോണ് പോലും എടുക്കത്തില്ല ഒരെണ്ണം. മെസ്സേജ് പോലും അയക്കാതെ തന്നെ അവർ പറയും തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. അവർ തിരക്കാണെന്ന് പറയുന്ന വാക്ക് പോലും നമുക്ക് തീപ്പന്തം പോലെ, തീ കൊണ്ട് കുത്തിയ പോലെ നമുക്ക് വേദനിച്ചത്. ആരുമില്ലാത്തപ്പോൾ ദൈവം കൂടെ നിർത്തിയ ഒരു 1, 2, 3, 4 പേരൊക്കെ ഉണ്ട് എല്ലാ ജീവിതങ്ങളുടെ ചുറ്റും. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മൈക്ക് കൊടുത്താൽ അവർ പറയും സത്യമാണ്. എൻ്റെ ഫോൺ കോണ്ടാക്റ്റിൽ ഒരു 4 പേരുണ്ട് ഇങ്ങനെയുള്ളവർ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ദൈവം നിനക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നത് ആൾ കറുത്തതോ വെളുത്തതോ, ആൾ വിദ്യാഭ്യാസമുള്ളവനോ കൂലിവേലയ്ക്ക് പോകുന്നവനോ ആരുമാകട്ടെ, ആ മനുഷ്യനെ, ആ വ്യക്തിയെ, ആ നിനക്ക് വേണ്ടി ദൈവം അവിടെ നിർത്തിയിരിക്കുന്നതാ. ആ വ്യക്തിയിലൂടെയാണ് നാളുകളിൽ നീ കയറിപ്പോകുന്നത്. ആമേൻ. ഈ ആലയത്തിൽ വന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചതാ എൻ്റെ ജീവിതം വഴിത്തിരിവായത്, എനിക്ക് അനുഗ്രഹമായെന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? എത്രയോ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. എത്രയോ അനുഗ്രഹമുള്ള വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ പറഞ്ഞേനെ ഭയങ്കര തിരക്കാ, വീട്ടിനകത്തോട്ട് കയറാൻ പോലും പറ്റത്തില്ല, തളർവാത രോഗി കൊണ്ട് നമുക്ക് പോകാം, അല്ലെ ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് ഇവിടെ എവിടെയെങ്കിലും കൂടാം, നാളെ എങ്ങാനും ഒത്താ കാണാം. അവരങ്ങനല്ല ചെയ്തത്. അവർ ചെയ്തത് എഴുതിയിട്ടുണ്ട്. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച്, മേൽക്കൂര പൊളിക്കണമെങ്കിൽ ഈ പുള്ളിനെ പെരയുടെ മുകളിൽ കയറ്റണ്ടേ? നിസ്സാര റിസ്ക് വല്ലതുമാണോ എടുത്തത്? ഇനി ആ എടുത്ത് കയറ്റുന്ന സ്ഥലത്ത് ഞാൻ ഉരുണ്ട് താഴെ പോയാൽ നാട്ടുകാരെല്ലാം കൂടെ ബഹളം വെക്കാൻ തുടങ്ങും, നിങ്ങൾ അയാളെ കൊന്നു പറയും. ഒന്നാമത്തെ ആൾ കട്ടിലെ തളർന്നു കിടക്കുന്നവനെ, ഒരു മനുഷ്യൻ തളർന്നു കിടക്കുന്നവനെ വീടിൻ്റെ പെരെ പൊക്കത്ത്, ഓടിട്ട പെര, വാർത്ത പെരയുടെ ആണെങ്കിൽ പിന്നെ സ്റ്റെയറിൽ എങ്ങനെയും കയറ്റാൻ നോക്കാം. ഓടിട്ട പെരയുടെ മുകളിൽ നിന്ന് 2 പേര് മുകളിൽ കയറണം, 2 പേര് താഴെ നിൽക്കണം. അങ്ങനെ നിന്ന് കാണും ചിലപ്പം. ഈ വന്ന 4 പേരിൽ ഒരാൾ പെരയുടെ മുകളിൽ കയറി, ഓടിൻ്റെ മേലെ നിന്ന് ഈ മനുഷ്യൻ വീഴാതെ ആ പെരയുടെ മുകളിൽ കയറ്റി എടുത്ത റിസ്ക് എത്രയുണ്ടെന്ന് ചിന്തിക്കുക. ഇത്രയൊക്കെ റിസ്ക് നമ്മളാരും എടുക്കാറില്ല. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ റിസ്ക്കൊക്കെ എടുക്കും, ഭയങ്കര ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കും. തളർവാത രോഗിയെ കൊണ്ട് പെരയുടെ പൊക്കത്ത് കയറ്റുകയാണ്. കണ്ടവരും കേട്ടവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇയാൾ എന്തു വട്ടായി കാണിക്കുന്നത്.
നമ്മുടെ പ്രാർത്ഥനയെപ്പോലും പലരും തെറ്റിദ്ധരിക്കും. നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തെ പലരും വിമർശിക്കും. ഇയാൾക്ക് എന്തോ വട്ടാണ്, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്ത് ആവേശമാണ് പുള്ളിക്ക്, പുള്ളി എന്തൊക്കെയാണ്, എന്തോ ഒരു പുള്ളിക്ക് ഭക്തി കൂടി എന്തൊക്കെയോ പ്രശ്നമായെന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയും. കാരണം വലിയ റിസ്ക്കാണ് എടുക്കുന്ന, ആരും എടുക്കാത്തൊരു ചുവടുവെപ്പ് എടുക്കുക. ഒരു തളർന്ന മനുഷ്യനെ ആൾക്കാർ കണ്ടാൽ പറയില്ലേ, എടോ അയാൾക്ക് ഒന്നാമതെ വയ്യ, ഇനി അയാളെ പെരയുടെ മുകളിലോട്ടാണ് കയറ്റുന്നത്. ഈ മനുഷ്യർ 4 പേർ, 2 പേർ പെരയുടെ മുകളിൽ കയറി, 2 പേർ താഴെ നിന്ന് ഈ തളർവാദ രോഗിയെ പെരയുടെ മുകളിൽ കയറ്റി. എന്നിട്ട് ഓട് പൊളിച്ച് പട്ടിക മാറ്റി. താഴെ എഴുതിയിരിക്കുന്ന വായിക്ക്, മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ മേൽക്കൂര പൊളിച്ചപ്പോൾ യേശു അത് കണ്ടു കാണും. പെരയ്ക്കകത്താണ് യേശു ഉള്ളത്. മുകളിൽ കയറ്റിയത് ചിലപ്പോൾ കണ്ടു കാണുകയല്ല. ഓട് പൊളിക്കുമ്പോൾ എന്നാലും മുകളിലോട്ട് നോക്കുമ്പോൾ കാണും. വെളിച്ചം വരുമ്പോൾ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ നോക്കും. അപ്പോൾ കണ്ടു കാണും ഒരാൾ ഓട് പൊളിക്കുന്നു, പട്ടിക മാറ്റുന്നു. ഒരു കട്ടിൽ ഇറങ്ങി പോകാനുള്ള സ്ഥലം ഉണ്ടാക്കണോ? ഒരു കസേര ഇറങ്ങിയപ്പോൾ ഒരു കട്ടിലാണ്. കട്ടിലിറങ്ങണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ നീളം, അയാൾ കിടക്കുന്ന കട്ടിൽ, അത് ഇറങ്ങിപ്പോകാൻ ഒരു സ്ഥലം ഉണ്ടാക്കുന്ന. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് ചില ആളുകൾ വിടുതൽ നേടാൻ, ചില ആളുകൾ അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ ഒഴുക്കിയ കണ്ണുനീര് ഈ ലോകത്തിൽ ആരും കണ്ടില്ലേലും യേശു അത് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇവിടെ ഒഴുക്കുന്ന കണ്ണുനീർ ഒരു പക്ഷെ അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയായിരിക്കും, എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയായിരിക്കും, രോഗിയായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് കരയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പാടുന്നത്, ഞാൻ കരമുയർത്തുന്നത് വേറൊരാളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും. അതിന് പോലും ദൈവസന്നിധിയിൽ എക്സ്ട്രാ വിലയുണ്ട്, എക്സ്ട്രാ വില. യേശു പറഞ്ഞില്ലല്ലോ ഓട് പൊളിക്കാതെ, ആ വീട്ടുകാരുടെ ആ പട്ടിക പൊളിക്കാതെ നിങ്ങൾ എന്തുവാ, ഒന്നും വേണ്ടിയില്ല. ആ ത്യാഗത്തിന് വിലയുണ്ടെന്ന് യേശു പഠിപ്പിക്കുക അടുത്ത വാക്യത്തിലൂടെ. അടുത്ത വാക്യം, തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. കട്ടിൽ കിടക്കയോടെ താഴേക്ക് ഇങ്ങനെ ഇറക്കി, കയറയിൽ വീഴാതെ. ഭയങ്കര ബുദ്ധിമുട്ടാണത്, എളുപ്പമല്ല. ചില കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധയോടെ ചെയ്താലേ നടക്കത്തുള്ളൂ. ശ്രദ്ധയോടെയുള്ള നിന്റെ പ്രാർത്ഥന ദൈവം കാണുന്നുണ്ട്. ശ്രദ്ധയോടെ നീ എടുത്ത റിസ്കുകൾ ദൈവം കാണുന്നുണ്ട്. നീ ഒഴുക്കിയ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. നിയോഗ പ്രാർത്ഥനയിൽ നിയോഗം എഴുതി വച്ചത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ദൈവം അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാത്രത്തിൽ ഇവിടെയുള്ള ഓരോ പ്രാർത്ഥനയും ഓരോ കണ്ണുനീരും ദൈവം കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എന്നിട്ടോ അവരുടെ വിശ്വാസം കണ്ട്, ആരുടെ വിശ്വാസം കണ്ട്? കട്ടിലേ കിടക്കുന്ന രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല, ആ 4 പേരുടെയും വിശ്വാസം. എൻ്റെ വിശ്വാസം കണ്ട് എൻ്റെ വീടിനെ ചിലപ്പോൾ ദൈവം അനുഗ്രഹിക്കും. ഒന്നും കൂടെ വായിക്കാതെ, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. അവരുടെ, ആരാണവർ? കട്ടിലിൻ്റെ 4 മൂലയ്ക്ക് പിടിച്ച 4 പേരുടെയും വിശ്വാസം. ആ വിശ്വാസം കണ്ട്, ആ ത്യാഗം കണ്ട്, അവരുടെ പ്രാർത്ഥന കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇനി ആ തളർവാദ രോഗിയുടെ മേൽ വന്ന സൗഖ്യമാ ഞാൻ പ്രസംഗിച്ച കാര്യം, പറയുന്ന കാര്യം ശ്രദ്ധിച്ച്. ആ കൂടെ വന്ന 4 പേരുടെയും വിശ്വാസം കണ്ട് ആർക്കാ അനുഗ്രഹം കിട്ടിയേ? ആ കിടന്ന കിടപ്പിലായ വ്യക്തിയാണ് അനുഗ്രഹിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരമ്മ, ഒരപ്പൻ, ഒരു യുവാവ്, യുവതി, ആരുമാകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വേറൊരാൾക്ക് വേണ്ടിയായിരിക്കും. നിങ്ങളുടെ വിശ്വാസം കണ്ട് അത് അവരിൽ ഒരു വിടുതലായി മാറും, അവരിൽ അത് അനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾ അത്രയും ദൂരെ നിന്ന് വണ്ടി കയറി വന്നത്, റിസ്ക് എടുത്ത് ഉറങ്ങാതെ ഇവിടെ ഈ സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഉറങ്ങാതെ ഇരുന്നത്, ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ക്ഷീണം, ഇതൊക്കെ എന്തിനാണ്? നല്ലൊരു ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചോ? അല്ല, നല്ലൊരു അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചോ? നല്ലൊരു ഭക്ഷണം കിട്ടും, നല്ലൊരു സദ്യ ഇത് കഴിഞ്ഞുണ്ടെന്ന് ഓർത്തിട്ട് അല്ല ഇവിടെ ഒരാളും ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഒരു നാരങ്ങാ വെള്ളം പോലും ഇല്ല. അതൊന്നും പ്രതീക്ഷിച്ചല്ല ഇവിടെ ആരും വന്നത്. ഇവിടെ രാജകീയമായ സ്വീകരണം കിട്ടുമെന്ന് ഓർത്തു അല്ല ഇവിടെ വന്നത്. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം കിട്ടുമെന്ന് നിങ്ങളുടെ അകത്ത് ദൈവം തന്നൊരു പ്രചോദനമുണ്ട്. അത് പ്രതീക്ഷിച്ചാ വന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊന്നും വെറുതെ ആകത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ ദൈവം കാണുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയാം, നിന്റെ തകർന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ദൈവം നിർത്തിയ ആ 4 പേരോട് നീ പിണങ്ങിയേക്കരുത് കേട്ടോ.
അങ്ങനെ ഒരു സാഹചര്യം വന്നാലും പല മനുഷ്യരും പിണങ്ങും. അത് വളരെ പ്രധാനപ്പെട്ടതാ. ഒന്നുമില്ലാത്ത സമയത്ത് കൂടെ നിന്ന 4 പേരോടും 4 പേരോടും ചിലർ പിണങ്ങി. എല്ലാവരെയും വെറുപ്പിക്കല്ലേ. എല്ലാവരും നാളെ അവർക്കും ഈ 4 പേരും ചിലപ്പോൾ കുറ്റം പറഞ്ഞെന്നിരിക്കും, വിഷമിച്ചിരിക്കും. അവരോട് നീ പിണങ്ങല്ല്. കാരണം അന്ന് തളർന്നു കിടക്കുമ്പോൾ എൻ്റെ സൈഡിൽ പിടിച്ച ഒരാളാണത്, എന്നെ ചേർത്ത് പിടിച്ച ഒരാളാണ്. എന്നെ പിടിച്ചൊരു പെരയുടെ മുകളിൽ കയറ്റി ഒരു അത്ഭുതത്തിന് കാരണമാക്കിയത് ഈ 4 പേരിലൂടെയാണ്. അവിടെ കാഴ്ചക്കാരായി ഒരുപാട് പേര് അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അവരൊന്നും എൻ്റെ ഒരു സഹായത്തിന് ഓടി വന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും കേട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ അയൽക്കാരുണ്ടല്ലോ, നിങ്ങളുടെ തകർച്ചയുടെ സമയത്ത് ഓടി വന്ന് അടുത്ത് നിൽക്കുന്നിട്ട് പറയും, സാരയില്ലേ ചെയ്, ഒക്കെ മാറും, വിഷമിക്കൊന്നും വേണ്ട, ആ ദൈവം നിനക്ക് വേണ്ടി നിർത്തിയ ആളാണത്. ചിലപ്പോൾ വീട്ടിൽ ആക്രി പെറുക്കാൻ വന്ന ഒരാളായിരിക്കും നിന്റെ സങ്കടം കണ്ട് ചോദിച്ചത്. ആക്രി വേസ്റ്റ് പെറുക്കാൻ വന്ന ഒരാളായിരിക്കും നിന്നെ കണ്ട് പറഞ്ഞത്, എന്താ ഒരു വിഷമമുണ്ടല്ലോ മുഖത്ത്. ചില ആളുകൾ നമ്മുടെ മുഖത്തേക്ക് നോക്കി എന്തോ വിഷമമുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ മതി നമ്മുടെ സങ്കടം മാറാൻ. ചില ആളുകൾ പറയാറില്ലേ, എൻ്റെ വിഷമം കണ്ടിട്ട് അവർ ചോദിച്ചില്ല, എന്താ സങ്കടമെന്ന് പോലും അവർ ചോദിച്ചില്ല, അതെനിക്ക് വേദനയാണ്. ചില ആളുകൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി എന്തോ സങ്കടമാ, മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ നിന്ന് ഒരു കെട്ടുഭാരമായി ഇറങ്ങിപ്പോയത്. ചിലരറിഞ്ഞാലും ചോദിക്കത്തില്ല, എന്നാ പറ്റിയെന്ന് ചോദിക്കല. അയാൾ ഇച്ചിരി സഹിക്കട്ടെ എന്ന് വെക്കും, അങ്ങനെ വെക്കരുത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണ്. ദൈവത്തെ അറിഞ്ഞവൻ ഒരിക്കലും എവിടെയും ഒറ്റയ്ക്കായി പോകത്തില്ല, എത്ര തകർന്നാലും എത്ര തളർന്നാലും. നിങ്ങൾ കേൾക്കുന്ന ഈ വചനവും ഇതൊന്നും വെറും പ്രാർത്ഥനയല്ല, ഇതൊരു സാധാരണ പ്രാർത്ഥനയുമല്ല. ഇത് കണ്ണുനീരോടെ ഉള്ളിൽ തട്ടിയ വചനവും പ്രാർത്ഥനയുമാണ്. സാധാരണ പ്രാർത്ഥനയല്ല, വെറും പ്രാർത്ഥനയല്ല, ഉള്ളിൽ തട്ടിയ വേദനയാണ്. ഉള്ളിൽ തട്ടിയ എല്ലാത്തിനും കാരണമുണ്ട്. ചിരിക്കാൻ കാരണമില്ലേ? ടി വിയിൽ നല്ലൊരു കോമഡി കണ്ടാൽ ചിരിക്കും, ചിരിച്ചതിന് കാരണമുണ്ട്, ആ കോമഡി കണ്ടതുകൊണ്ടാണ്. കരയാനോ തക്കതായ കാരണമുണ്ട്. ചിരിച്ചതിൻ്റെ കാരണമൊന്നും ആരും അധികം ചോദിച്ചു എന്ന് വരില്ല. പക്ഷേ കരഞ്ഞതിൻ്റെ കാരണം ചിലപ്പോൾ പലരും ചോദിക്കും, എന്താ കരയുന്നത്? ചിലരോട് ആ കാരണം പറയല്ല കേട്ടോ, അവർ മാറിയിരുന്ന് ചിരിക്കും. ചിലരോടൊക്കെ സങ്കടത്തിൻ്റെ കാരണം പറഞ്ഞ് നമ്മളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു കഷ്ടമുണ്ട്, പക്ഷെ അവർക്കുള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കരയട്ടങ്ങോട്ട്. ചിലർ നമ്മൾ കരയുന്നത് ആഘോഷിക്കും, പടക്കം പൊട്ടിച്ച് പൂത്തിരി കത്തിച്ചൊക്കെ ആഘോഷിക്കും. പലരുടെയും സങ്കടങ്ങൾ നമ്മുടെ വീട്ടിൽ വലിയ പെരുന്നാളായിരുന്നു. വേറൊരാളുടെ സങ്കടം ആഘോഷിക്കല് കേട്ടോ, ഒരിക്കലും. കൂടെ കരയാനൊന്നും പറ്റിയില്ലേലും വേറൊരാളുടെ സങ്കടത്തെ ഞാൻ ഒരിക്കലും ആഘോഷമാക്കത്തില്ല. വേറൊരാളുടെ സങ്കടം ഞാൻ പറഞ്ഞ് ചിരിക്കില്ല. സങ്കടത്തിൻ്റെ കാരണം ദൈവം അനുഗ്രഹമാക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? സങ്കടത്തിൻ്റെ കാരണത്തെ ദൈവം അനുഗ്രഹമാക്കും. കരഞ്ഞ ഒരാൾ ബൈബിളിലുണ്ട്, കരങ്ങൾ താഴ്ത്താം. ഇതൊക്കെ ഭയങ്കരമായ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നതല്ല, ഇതൊക്കെ ജീവിതമാണ്. ഉള്ളിൽ തട്ടിയതാ പലതും. എൻ്റെ ജീവിതത്തിൽ ഉള്ളിൽ തട്ടിയൊരു വചനം പറയാം. 1 സാമുവേൽ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒരാൾ കരഞ്ഞു, കാരണം എഴുതിയിട്ടുണ്ട്, കരഞ്ഞതിൻ്റെ കാരണം. 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൾ കർത്താവിനോട് ഹൃദയം, അവൾ എഴുതിയിരിക്കുന്ന ആ സ്ഥലത്ത് ഹന്നയാണ് കേട്ടോ. ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഓ, നമ്മളിൽ ചിലരെ പോലെ അല്ല, എന്നെ പോലെ ഹൃദയം നൊന്തു കരഞ്ഞു. രണ്ടും ഭയങ്കരമാണ്. ചില ആളുകൾ ഹൃദയം നൊന്താലും കരയത്തില്ല, പിടിച്ചു നിൽക്കും, ഒട്ടും കണ്ണീര് വരത്തില്ല. എന്നാൽ ചില ആളുകൾ ഹൃദയം നൊന്തങ്ങ് കരഞ്ഞു പോവും, പൊട്ടിപ്പോവും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില മുറി ചില ആൾക്കാർ വാതിലും ജനലും അടച്ച് അലറിക്കാറും, ബാത്റൂമിൽ കയറി പൈപ്പ് ഓൺ ചെയ്തേച്ച് ഭയങ്കര ഒച്ചത്തിൽ കാറുകയാണ്. നമ്മൾ ചിലപ്പോൾ അതിലെ പോകുമ്പോൾ കേൾക്കും, എന്താ പറ്റി? ഒന്നുമില്ല, ഒന്നും പറയത്തില്ല.
വാതിലടച്ച് ഒറ്റയ്ക്ക് അലറിക്കരയുന്നവരെ കരഞ്ഞ ഒരാളെ എനിക്കറിയാം. ഒച്ചത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒച്ചത്തെ കാറുകയാണ്, തൊണ്ണ കീറിപ്പോകുന്ന പോലെ കാറുകയാണ്. ഹൃദയം നൊന്ത് കരയുന്നവരുണ്ട്. ചിരിക്കുന്നതിനും കാരണമുണ്ട്, ഹൃദയം നൊന്ത് കരയുന്നതിനും കാരണമുണ്ട്. ഇവിടെ ഈ വ്യക്തി എന്നാ ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു എന്നല്ല, കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനൊരു പ്രത്യേകതയുണ്ട്. ചുമ്മാ കരയുന്നതും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട്. കരഞ്ഞവരിഷ്ടം പോലെയാ, കരഞ്ഞ് പ്രാർത്ഥിച്ചവർ കുറച്ചാണ്. കരയുന്നവരെല്ലാവരും കരയില്ലേ? കരയും. പക്ഷേ ആ കരച്ചിലിൻ്റെ കൂടെ പ്രാർത്ഥിച്ചവർ കുറച്ച് പേരുണ്ട്. അതിന് ഭയങ്കര വിലയാണ്. ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ച ആരൊക്കെയോ എന്നെ ഇന്ന് കേൾക്കുന്നുണ്ട്. ദൈവം അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത്. ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചവർ ഇത് ക്യാമറയിലൂടെ നാളുകളിൽ എപ്പോഴോ ഒരു മുറിക്കാത്തിരുന്ന് കാണും. ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചവർ ഒറ്റയ്ക്ക് പറമ്പിലിരുന്നോണ്ട് ഇത് കാണും, കാറിൽ ഇരുന്നോണ്ട് കാണും. ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരാണ്. ഒറ്റയ്ക്കിരുന്ന് ആ കരയുന്നതിലും നിന്റെ കണ്ണുനീരിനെ ദൈവം മാനിക്കും. ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞെന്ന് എഴുതിയിരിക്കുക. 11-ാമത്തെ വാക്യം. അവൾ ഒരു നേർച്ച നേർന്നു. കരഞ്ഞോണ്ട് ഒരു നേർച്ച നേർന്നു. എന്താ നേർച്ച? നമ്മൾ ഒരു നേർച്ച നേർന്നു. അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു നേരുന്ന നേർച്ചകൾ. നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. എന്നെ ഓർക്കണം. ഈ കരഞ്ഞ് എന്നെ ഓർക്കണം. ഈ കരഞ്ഞ് എന്നെ നീ ഓർക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പുണ്യഭൂമി വന്ന് കരഞ്ഞ് എന്നെ മറന്നു കളയല്ലേ കർത്താവേ. 2 ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ. വളരെ ദൂരത്തുനിന്ന് ഈ സ്ഥലം എവിടെയാണെന്ന് പോലും അറിയാം. ചോദിച്ച് കേട്ട് കഷ്ടപ്പെട്ട് ഇവിടെ വന്നതാണ്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എന്നെ ഓർക്കണം കേട്ടോ. എൻ്റെ വീട്ടുകാർ പോലും ഇതൊന്നും ഓർക്കത്തില്ല. എന്നെ ഓർക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഇനി ഒരു കാര്യമാണ് അടുത്തത്. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം. അപ്പോൾ പ്രാർത്ഥന വിഷയം എന്നാണെന്നറിയാമോ? എനിക്കൊരു മകൻ വേണം, ഒരു തലമുറ വേണം. അതാണ് അപ്പം കണ്ണുനീരിന് കാരണമായ വിഷയം. ഇതാണ് ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖമാണ്. കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖമുള്ളവർ ചിലപ്പോൾ കുറച്ച് പേരായിരിക്കും. നല്ല ജീവിതമില്ലാത്തതിൻ്റെ ദുഃഖമുള്ളവരുണ്ട്. ജീവിത പങ്കാളി കടുത്ത മദ്യപാനി ആയതിൻ്റെ പേരിൽ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. കടുത്ത സാമ്പത്തിക പ്രയാസം കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. ഓട്ടിസം പോലുള്ള രോഗങ്ങളുള്ള കുഞ്ഞിന് ജന്മം കൊടുത്തതിൻ്റെ ആ ഒരു കാരണം, ആ ഒരു അവസ്ഥയെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. നിൻ്റെ സങ്കടങ്ങളുടെ കാരണത്തെ ദൈവം മാനിക്കും കേട്ടോ. ദൈവം അനുഗ്രഹിക്കും. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചൊരു കാര്യം പറഞ്ഞു, എനിക്കൊരു പുത്രനെ വേണം. പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇനി വാക്യം വായിക്കണം. 12-ാമത്തെ വാക്യം. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ പള്ളിയിലെ ഏലി പുരോഹിതൻ അവളെ ശ്രദ്ധിച്ചു. ഒരാൾ പള്ളിക്കകത്തിരുന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുരോഹിതന് ചിന്തിക്കുവാണ്, ഈ പുള്ളിക്കാരത്തി കള്ള് കുടിച്ചേച്ച് പള്ളിക്കകത്ത് കയറി വന്ന് ഏതാണ്ടൊക്കെയോ പറയുവാണ്. വഴക്കു പറയാൻ അവിടെ വന്നു. നിന്റെ പ്രാർത്ഥനയെപ്പോലും പലരും തെറ്റിദ്ധരിക്കും കേട്ടോ. ഇവിടെ അന്ന കള്ളു കുടിച്ചേച്ച് വന്ന് പ്രാർത്ഥിച്ചതല്ല. പക്ഷെ ദൈവാലയത്തിൽ ഇരിക്കുന്ന പുരോഹിതൻ വരെ പ്രാർത്ഥനയെ തെറ്റിദ്ധരിച്ച് വഴക്കു പറഞ്ഞു. നീ എന്തുവാണ് ഇവിടെ തൊച്ച വെക്കുന്നത്? ഇവിടെ കിടന്ന് കള്ളു കുടിച്ചിട്ട് വരേണ്ട സ്ഥലമാണോ ഇത്? നീ എന്തൊക്കെയാ പുലമ്പുന്നത്? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഗുരു, അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയെപ്പോലും മനുഷ്യൻ തെറ്റിദ്ധരിക്കും, വീട്ടുകാർ തെറ്റിദ്ധരിക്കും. പക്ഷെ ദൈവം അതിനെ വിലയിടും. ദൈവം മനുഷ്യൻ പോലും നമ്മുടെ പ്രാർത്ഥനയുണ്ടല്ലോ തെറ്റിദ്ധരിച്ചു കളയും. വലിയ ആള്, പള്ളിയിലെ വലിയ പുള്ളിയാണ്, പുരോഹിതനാണ്, പക്ഷെ പ്രാർത്ഥനയെ തെറ്റിദ്ധരിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ വാക്കുണ്ട്, ഈ ദാസിയെ ഒരു അതമ്പതിച്ചവളായി കാണല്. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാ ഞാനിങ്ങനെ കരഞ്ഞത്. ഇനി 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. അതായത് അതിവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം.
ഇപ്പോൾ ആ വ്യക്തി ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേൽ എന്തൊക്കെ പറഞ്ഞാലും നിയോഗമുള്ള പുരോഹിതൻ്റെ ഒരാശീർവാദം കിട്ടുക ആ ആഗ്രഹത്തിൻ്റെ മേൽ അന്ന് മുതൽ പ്രാർത്ഥിച്ച വിഷയത്തിന് വിടുതലാകാൻ തുടങ്ങി. നിയോഗത്തിൽ നിൽക്കുന്നവന്റെ ഒരാശീർവാദം മതി നിന്റെ എല്ലാ തടസ്സങ്ങളും മാറാൻ. ആ വ്യക്തി വാ തുറന്ന് ഒരു മെസ്സേജ് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കി ശരിക്കും ബൈബിൾ പരിശോധിച്ചു, ഈ പുരോഹിതൻ വല്ല സന്ദേശം പറഞ്ഞോന്ന്. ആ സ്ത്രീയോട് പറഞ്ഞില്ല, നിനക്കൊരു കുഞ്ഞിനെ കിട്ടും, നീ പേടിക്കുമൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, നീ ഒരു അടയാളം കാണും, ഒന്നും വേണ്ടിയിട്ടില്ല, ഒറ്റ ആശീർവാദം കൊടുത്തോളൂ. അത് എഴുതിയിട്ടുണ്ട് 17-ാമത്തെ വാക്യം. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക, സമാധാനമായി നീ പൊക്കോ, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവളുടെ പ്രാർത്ഥനയ്ക്ക് നേരെ കിട്ടിയത് ഒരു ആശീർവാദമാണ്, ആരുടെയേലുമല്ല, ദൈവനിയോഗമുള്ള ഒരു പുരോഹിതന്റെ ആശീർവാദം കിട്ടിയപ്പം. പക്ഷെ പുരോഹിതൻ സന്ദേശവും നൽകിയില്ലല്ലോ. നീ സങ്കടത്തോടെയാണ് പ്രാർത്ഥിച്ചത്, ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ എന്നാ സംഭവം നടക്കുന്നതെന്ന്, നിനക്കൊരു കുഞ്ഞ് ജനിക്കും, ഇന്നതുപോലെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ഒരു മെസ്സേജും ഇല്ല. പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മേലൊരാശീർവാദം കിട്ടിയപ്പോൾ എഴുതിയിട്ടുണ്ട് അടുത്ത വാക്യം, പിന്നീടൊരിക്കലും. അവസാനത്തെ വാക്യം വായിച്ചേ, പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. പിന്നീട് ആ ആശീർവാദം കിട്ടിയ പിന്നെ അവൾ കരയേണ്ടി വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും പ്രാർത്ഥനയൊന്നും നമുക്ക് വേണ്ട, ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും പ്രാർത്ഥനയൊന്നും വേണ്ട, ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും എൻ്റെ തലയെ കൈവച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട. പക്ഷെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയവൻ്റെ പ്രാർത്ഥന എന്ത് വില കൊടുത്തും മേടിച്ചോണം, എന്ത് വില കൊടുത്തു അത് മേടിക്കണം. ആ വ്യക്തിയുടെ പ്രാർത്ഥനയാണ് എൻ്റെ വിടുതൽ. ആ പ്രാർത്ഥനയിലൂടെ എൻ്റെ ജീവിതം കയറിപ്പോവും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ഇന്നുവരെ എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള അനുഗ്രഹത്തിൻ്റെ തടസ്സമായി നിന്ന കാര്യങ്ങളെ ആ പ്രാർത്ഥന എടുത്ത് ദൂരക്കളയും. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളാണ്. നമ്മുടെ എല്ലാവർക്കുമുണ്ട് സ്വപ്നങ്ങൾ. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് മനസ്സിൽ തോന്നുവാണ്, ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ. ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഓരോന്നും വേണ്ട, ഒരു അനുഗ്രഹം പ്രാർത്ഥിച്ചൊരു അനുഗ്രഹം തന്നാൽ അതിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിനക്ക് കിട്ടുന്ന ഒരു പ്രാർത്ഥന ഒരു ബ്ലെസ്സിങ് ആണ് നിന്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ്. അതാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വെളിപ്പെടുന്നത്. അവിടം കൊണ്ട് നിന്റെ ജീവിതം കയറിപ്പോകാൻ തുടങ്ങും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ട സ്ഥലത്താണ് ഇന്ന് നിൽക്കുന്നത്. ഞാൻ സ്വപ്നം കണ്ടതാ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആളുകളോട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പണ്ടൊരാൾ പറഞ്ഞു തന്ന ഒരു ആശയമുണ്ട്, നിനക്ക് വേണ്ടി ആ വ്യക്തിയുടെ പ്രാർത്ഥന നിനക്ക് കിട്ടണമെന്ന് തോന്നിയാൽ നീ മനസ്സിൽ കാണുന്ന കാര്യം ആ വ്യക്തി തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ അത് മനസ്സിൽ കണ്ടോണം. ആ മനസ്സിൽ കണ്ടതിലാണ് നിന്റെ ആ വ്യക്തിയുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുന്നത്. അത് നിനക്കൊരു വിടുതലായി മാറും. ഹന്നായ്ക്ക് ആശീർവാദം പ്രാർത്ഥന കിട്ടിയത് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹത്തിൻ്റെ മേൽ കിട്ടിയ ഒരു ആശീർവാദം ഉണ്ടല്ലോ, അതൊരു അത്ഭുതത്തിന് കാരണമായി. ഒരു കുഞ്ഞിനെ കൈകളിലെടുത്തു യാഥാർത്ഥ്യമായി നീ മനസ്സിൽ കണ്ടതിനെ ദൈവം യാഥാർത്ഥ്യമാക്കി കൈകളിൽ തരുന്ന ഒരു കാലമുണ്ട്. അതാ പറഞ്ഞത്, നിന്റെ സങ്കടകാലങ്ങൾ നീ എന്നേക്കുമായി മറക്കും, വേദനയുടെ കാലം നീ മറക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പോരാ, ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റു നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റു നിന്ന് ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വെറും പ്രാർത്ഥനയല്ല, ചടങ്ങ് പ്രാർത്ഥനയല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനയല്ല. ഇത് ഉള്ളിൽ തട്ടിയുള്ള കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ്. അതിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ദൈവസന്നിധിയിൽ കരഞ്ഞതിൻ്റെ കാരണം ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തിനാ നീ കരയുന്നേ? എന്താ നിന്റെ വിഷമം? നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും ചിലപ്പോൾ ചോദിക്കുന്നില്ല, എന്തിനാ അമ്മ കരയുന്നേ, എന്തിനാടാ നീ കരയുന്നേ, എന്താ നിന്റെ വിഷമമെന്ന് ചോദിക്കേണ്ടവർ പോലും ചോദിക്കത്തില്ല. ചിലപ്പം അവിടെ ഇരിക്കട്ടെ വിഷമിച്ച്, കുറേ ഇരുന്ന് കരയട്ടെ അങ്ങോട്ട് എന്നൊക്കെ ഉള്ളിൽ വിചാരിക്കുന്ന അസൂയാലുക്കളുണ്ട്. എന്നാൽ ദൈവം നിന്റെ കണ്ണുനീരിനെ മാനിക്കും. സ്വപ്നം കാണുമ്പോൾ വാതിലും തുറക്കും, വഴിയും തുറക്കും. കണ്ണുകളും അടച്ചേ. എന്തെന്നറിയോ? സ്വപ്നം രാത്രിയിൽ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിനെ കുറിച്ചല്ല. എനിക്കൊരു നല്ല വീടുണ്ടായിരുന്നെങ്കിൽ അത് ചിലരുടെ സ്വപ്നമാണ്. എൻ്റെ ഈ രോഗമൊക്കെ ഒന്ന് സൗഖ്യമായിരുന്നെങ്കിൽ എൻ്റെ സ്വപ്നമാണ്.
എനിക്കൊരു നല്ല ജീവിതമുണ്ടായിരുന്നെങ്കിൽ അതെൻ്റെ സ്വപ്നമാണ്. എൻ്റെ ഈ വീടിൻ്റെ അവസ്ഥ മാറിയിരുന്നെങ്കിൽ സ്വപ്നമാണ്. ഒരു നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ, അതൊന്ന് ജയിച്ചായിരുന്നെങ്കിൽ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചായിരുന്നെങ്കിൽ. ഇതെല്ലാം സ്വപ്നമല്ലേ? ഇതൊന്നും ദിവാസ്വപ്നമൊന്നുമല്ല. ഇത് രാത്രി കാണുന്ന സ്വപ്നത്തിലല്ല, ഇത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാണുന്ന സ്വപ്നമാണ്. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കണ്ടതൊരു സ്വപ്നമാണ്. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ, അവിടെ ആ പ്രാർത്ഥനയ്ക്ക് മേൽ കിട്ടിയ ഒരു അനുഗ്രഹമുണ്ട്. ശിരസിൽ കരങ്ങൾ വെച്ചെന്നതുപോലെ അനുഗ്രഹത്തെ കൈമാറി പ്രാർത്ഥിക്കട്ടെ. ഇപ്പം ശിരസിൽ കരങ്ങൾ വെച്ചതുപോലെ നിങ്ങളുടെ മേൽ ചില നന്മകളെ കൈമാറി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ ശിരസിൽ കരങ്ങൾ വെച്ച് കൈമാറുന്നത് പോലെ ചില വിടുതലുകളെ കൈമാറി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ എൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതെല്ലാം പ്രസംഗിക്കുമ്പോൾ ഇത് മറന്നു പോകരുത് കേട്ടോ. തളർവാദ രോഗിയായി കിടന്നിരുന്നവനെ, ആർക്കും വേണ്ടാതെ എഴുന്നേറ്റെന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചവനെ 4 പേര് കൂടി എടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നില്ലേ? നിന്നെ ചില ആളുകൾ ദൈവത്തിലേക്ക് എത്തിച്ചില്ലേ? നിന്നെ ചില ആളുകൾ ദൈവ നിയോഗത്തിൽ എത്തിച്ചില്ലേ? ആ 4 പേരെയൊന്നും മറന്നേക്കല്ലേ കേട്ടോ. ആയുഷ്കാലത്തിൽ ഒരിക്കലും നിന്റെ തകർച്ചയിൽ കൂടെ നിന്ന 4 പേരെ മറക്കരുതെന്ന്. ചില ആളുകൾക്ക് പണവും വീടും കാശുള്ളവനെയും കാശ് ഉള്ളവനെയും ഒക്കെ കാണുമ്പോൾ പണ്ട് കൂടെ നിന്ന 4 എണ്ണത്തിനെയൊക്കെ അങ്ങ് മറന്നു കളയുന്നേ വേഗത്തിൽ. ആരും മറക്കരുത്, കൂടെ നിന്നവനെ മറക്കരുതെന്ന്. അതൊരാത്മീയതയാണ്. ഒരുപാടൊന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേലും, ഒരുപാടൊന്നും റിസ്ക് എടുക്കാൻ കഴിഞ്ഞില്ലേലും, നിന്റെ കൂടെ നിന്നവനെ നീ മറക്കരുത്. അവൻ നിനക്ക് വിലയുള്ളവനാണ്. അവൻ എവിടെയോ വിലപ്പെട്ടവനാണ്. കാണാൻ വലിയ ഭംഗിയില്ലേലും അവൻ നിനക്ക് ദൈവദൂതനെ പോലെയാണ്. നിന്റെ കുടുംബ തകർച്ചയിൽ, നിന്റെ ഒറ്റപ്പെടലിൽ ചില പ്രിയപ്പെട്ടവർ നിന്നിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയപ്പോൾ ചിലരൊക്കെ നിന്റെ കൂടെ നിന്ന് സാരമില്ലെന്നൊക്കെ പറഞ്ഞില്ലേ? അവരോടൊന്നും പിണങ്ങിയേക്കരുത് കേട്ടോ. ഒരിക്കലും പിണങ്ങിയേക്കരുത്. അവരെ ദൈവം നിനക്ക് നിയോഗിച്ചു തന്നവരാണ്. ആ 4 പേരുടെ കൂട്ടത്തിൽ ആരോ ഒരാളാ ഞങ്ങളും. ആരൊക്കെ ഒരാളാണ് ഞാനും. പ്രസംഗിക്കുന്ന ഞാനും, ഈ വചനം പറയുന്ന ആൾ ആ 4 പേരിൽ ആരോ ഒരാളാണ്. ആ 4 പേരിൽ ആരൊക്കെയോ ആകാനാ ഇതെല്ലാം പ്രാർത്ഥിക്കുന്നത്. ആ 4 പേരെ പോലെ ആകേണ്ടവരാ ഒരു ക്രിസ്ത്യാനി. ആ 4 പേരെ പോലെ ആകേണ്ടവരാ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ. ആ 4 പേരെ പോലെ അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നവർ, അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവർ. ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും അധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി വിശ്വാസത്തോടെ ജീസസ് എല്ലാവരും ശബ്ദമുയർത്തി ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോരേ ഞാൻ ആരാധിക്കുന്നേ. പറയാമോ? സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോരേ ഞാൻ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോരേ ഞാൻ ആരാധിക്കുന്നേ. വാതിലും വഴികളും തുറന്നു തന്നോരേ ഞാൻ ആരാധിക്കുന്നേ. കണ്ണുകളൊന്നടച്ച് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾക്കും. തളർവാദ രോഗിയെ 4 പേര് കൂടി എടുത്തോണ്ടാ പോയെ. തിരക്കായപ്പോൾ അവിടെ ഇട്ടേച്ചു പോയി എന്നല്ല, അവർ ദൈവസന്നിധിയിൽ ആ വ്യക്തിയെ എത്തിച്ചു. ആ 4 പേരെ പോലെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വന്നവരുണ്ട്. ഇവരെല്ലാം നന്ദിയോടെ ഓർത്തോണ്ട് ഒരു കാര്യം പറയാം, മറക്കാതിരിക്കാനാ വീണ്ടും പറയുന്നത്.
പിണങ്ങല്ലേ. ആരോടൊക്കെ പിണങ്ങിയാലും ഇവരോടൊന്നും പിണങ്ങല്ലേ കേട്ടോ. ദൈവം ചോദിക്കും. ഒരു ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഒരു ജോലി മേടിച്ച് തന്നവരുണ്ട്. 1 രൂപ എടുക്കാനില്ലാത്തപ്പോൾ ആവുമ്പം തന്നാൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് കയ്യിലോട്ട് തന്നവരുണ്ട്. ഇപ്പോൾ എന്തോ മിണ്ടുന്നില്ല അവരോടൊക്കെ. ഭക്ഷണം കഴിക്കാൻ കൊതിച്ചപ്പോൾ ഹോട്ടലിൽ കയറി ഏറ്റവും നല്ല ഭക്ഷണം മേടിച്ച് തന്നവരുണ്ട്. ഒരാഴ്ച ഓർത്തു, പിന്നെ മറന്നുപോയി. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചതൊക്കെ നേടിത്തരാൻ ചില നാളുപേരെ എവിടെയൊക്കെയോ ദൈവം കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിൽ പറഞ്ഞേ, നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില വേദനകളില്ലേ, അതിനെ നോക്കിയിട്ട് പറയണം, എന്തോ നല്ലതിനാ. മനസ്സിലെങ്കിലും പറഞ്ഞേ, നന്മയ്ക്കാ, നല്ലതിനാ. പറ, നല്ലതിനാ. അത് വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. നല്ലതിനാ. ഇപ്പോ കരിച്ചു നോക്കി, ഗുണിച്ചു നോക്കി, കൂട്ടി നോക്കി, കുറച്ചു നോക്കി, പിടികിട്ടുന്നില്ല, മനസ്സിലാകുന്നില്ല. 1 മാസം കഴിയുമ്പം വേണ്ട, 6 മാസം കഴിയുമ്പം അതും വേണ്ട, 1 വർഷം കഴിയുമ്പം അതും പോട്ടെ, 2 വർഷം കഴിയുമ്പോൾ വേണ്ട, 5 വർഷം കഴിയുമ്പോഴേലും തിരിഞ്ഞു നോക്കി പറയും, നല്ലതിനായിരുന്നല്ലോ. നല്ലതിനാണ്, നല്ലതിനാണ്. ആ പാട്ടൊന്നുകൂടെ പാടാമോ? അതാരും ആകട്ടെ, നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല. ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത്. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ, മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ, മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിന്നുകൊണ്ട് ഈ പാട്ട് പാടിയ പാട്ട് ഇന്നലകൾ തന്ന വേദനകൾ, ഞാനൊരാൾ പ്രസംഗിക്കുന്നത് കേട്ടതാണ്. അയാൾ എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെയാണ് അയാൾ പറഞ്ഞത്: നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളെ ഉപേക്ഷിച്ചവർ, നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരെ 2-3 വർഷമൊക്കെ കഴിയുമ്പം പോയി കൈ കൊടുത്തിട്ട് പറയണം, നിങ്ങളാണ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത്, നിങ്ങളാണ് എന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചത്, നിങ്ങളാണ് എൻ്റെ ലൈഫിലെല്ലാ അനുഗ്രഹവും. അവർ ഞെട്ടിപ്പോവും. നിങ്ങളോ നമ്മളെ ഉപദ്രവിച്ചവരാ നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ചത്, നമ്മളെ നല്ല കരുത്തുള്ളവരാക്കി മാറ്റിയത്. തൊട്ടാവാടിയേക്കാൾ കഷ്ടമായിരുന്നു പലരും, ഇന്ന് നല്ല കരുത്തുള്ളവരാക്കി മാറ്റിയത് ജീവിതത്തിലെ പരിചയപ്പെട്ട കുറേ ആൾക്കാരാണ്. ഒന്നും കൂടെ ഒറ്റ പ്രാവശ്യം കൂടെ കണ്ണുകളടച്ച് പാടാം. ഇന്നലകൾ തന്ന വേദനകൾ എൻ്റെ നന്മയ്ക്കാണ്, നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്തിനു വേണ്ടിയാണ് അടുത്ത് പാടുന്നത്? നിൻ സ്വന്തമാക്കുവാൻ, മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി പാടാം. നിൻ സ്വന്തമാക്കുവാൻ, മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര
എത്ര സുന്ദരം. ഏറെ പ്രാർത്ഥനയോടെ നിന്ന് ഇന്നലെ 277 പേരുടെ നിയോഗമാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് 373 പേരുടെ നിയോഗമാണ് പ്രത്യേകമാംവിധം ഈ പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കുന്നത്. എല്ലാവരെയും ഈ അൾത്താരയോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഈ ആലയത്തിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളും നഷ്ടപ്പെട്ടു പോയി എന്ന് കേൾക്കാനിടയാകരുത്. ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുവാനിടയാകരുത്. ഒരാളുടെ ജീവിതവും തകർന്നു എന്ന് കേൾക്കുവാനിടയാകരുത്. ഒരു വീട്ടിലെ മകനോ മകളോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കേൾക്കാനിടയാകരുത്. ഇന്ന ആളുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് കേട്ടല്ലോ എന്ന് കേൾക്കാനിടയാകരുത്. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കർത്താവേ, അങ്ങയിൽ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പോലും മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമയായി പോലീസ് പിടിച്ചെന്നോ ലോക്കപ്പിലാണെന്നോ ജയിലിലാണെന്നോ കേൾക്കുവാനിടയാകരുത്. മറിച്ച് എന്തു കേൾക്കുവാനിടയാകണം? കർത്താവെ, അങ്ങയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം. രക്ഷപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം. അനുഗ്രഹമുള്ളൊരു സാഹചര്യത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാനിടയാകണം. അതൊക്കെ ഞങ്ങൾ ഉള്ളിൽ തട്ടി പറയുന്ന ചില പ്രാർത്ഥനകളാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ നിന്നുകൊണ്ട് വചനം പ്രസംഗിച്ചപ്പോൾ ആ അസ്ഥിയിൽ മാംസം വന്നതുപോലെ കർത്താവെ, പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനകത്തും ചില അനുഗ്രഹങ്ങളെ ഇപ്പോൾ ചേർത്ത് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന വചനത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സകല നന്മകളും സകല അനുഗ്രഹങ്ങളും ഒരു മഴ പോലെ ഈ ജനത്തിൻ്റെ മേൽ ഇപ്പോൾ അങ്ങ് അയക്കണമേ. പലരും തകർന്നവരും പരാജയപ്പെട്ടവരുമാണ്. ഒരു തളർവാദ രോഗിയെ 4 പേര് കൂടി യേശുവിന്റെ അടുത്തെത്തിച്ചതുപോലെ ചില സങ്കടങ്ങളെ ഇപ്പോൾ ഞങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ചില വേദനകളെ സമർപ്പിക്കുന്നു. ചില ആവശ്യങ്ങളെ ഏൽപ്പിക്കുന്നു. ചില ഭാരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളെയും ഉയർത്തി സ്തുതിച്ച് പാടി ആരാധിക്കാൻ തുടങ്ങുമ്പോൾ സകല ബന്ധനങ്ങളും സകല കെട്ടുകളും അഴിയണം. സർവശക്തനായ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കണം. സ്വരമുയർത്തി വിളിക്കുന്നു, യേശുവേ, ജീസസ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. ചേർന്ന് എല്ലാവരും ചേർന്ന് കരങ്ങൾ ചേർത്തടിച്ച് സന്തോഷത്തോടെ പാടാം. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവു നീ. ചേർന്ന് പാടാമോ? ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവു നീ. ഒരുമിച്ച് പാടാമോ? പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. കരങ്ങൾ ഉയർത്തി അടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. കരങ്ങൾ ഉയർത്തി അടിച്ച് എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ സുനാഥാ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ സുനാഥാ. ആശ്രയമായി നീ അല്ലാതെ ആരുള്ളു എൻ ദൈവമേ. ആശ്രയമായി നീ അല്ലാതെ ആരുള്ളു എൻ ദൈവമേ. അതുകൊണ്ട് കരം ഉയർത്തി പാടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. കരങ്ങൾ താഴ്ത്തി അടിച്ച് പാവനമാ പരിശുദ്ധനെ
ആരാധിച്ചിടുന്നു ഞാൻ. പാവനമാ പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. അതുകൊണ്ട് കരമുയർത്തി പാടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ജീസസ് ജീസസ് ജീസസ്. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ജീസസ് പരിശുദ്ധാത്മാവേ. ജീസസ് യേശുവേ ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കണമേ, സംഭവിക്കണമേ. അടയാളങ്ങൾ സംഭവിക്കണമേ, അത്ഭുതങ്ങൾ സംഭവിക്കണമേ, വിടുതലുകൾ സംഭവിക്കണമേ. In Jesus' name, Jesus. Glory Jesus. Hallelujah, hallelujah, hallelujah. ഈ സമയത്ത് എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. നിന്ന് ബുദ്ധിമുട്ടുമായിരിക്കാമെങ്കിലും അല്പനേരം ഒരു ത്യാഗത്തോടെ പ്രാർത്ഥിക്കൂ. ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന തീർന്ന ഈ ദിവസം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ഈ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ പറയണം, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അത് വിശ്വാസത്തോടെ യേശു പറഞ്ഞു, വിശ്വാസത്തോടെ ഈ മലയോട് ഇവിടെ നിന്ന് മാറാൻ മനസ്സിൽ വിചാരിച്ച പോലെ പറയണം. പറഞ്ഞാൽ, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്, പറഞ്ഞാൽ. നിങ്ങളും ഓരോ വിഷയത്തിന് വേണ്ടി പറയുമ്പോൾ നിങ്ങളും മനസ്സിൽ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പറയണം. നിങ്ങളുടെ മനസ്സിലെ സകല ആഗ്രഹങ്ങളെ ഇപ്പോൾ ഓർത്തേ. രാവിലെ 6 മണി മുതൽ നിയോഗ പ്രാർത്ഥനാ കൗണ്ടറിൽ നിന്നുകൊണ്ട് ആ നീണ്ട ക്യൂവിൽ നിന്ന് എഴുതി കൊടുത്ത ഓരോ നിയോഗവും ഓരോ ആവശ്യവും ഈ അൾത്താരയിൽ എടുത്തു വച്ചിട്ടുണ്ട്. എല്ലാ ശുശ്രൂഷകരും ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കടമയാണ് പ്രാർത്ഥിക്കുക എന്നുള്ള നമ്മുടെ കടമയാണ്. ദൈവം നമ്മുടെ ഈ ആലയത്തിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ട അതിഥികളാണിവർ. ഇവർക്ക് വേണ്ടി നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ ജനത്തിന് വേണ്ടി നമ്മൾ കരമുയർത്തിയാൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല, ഒരാൾ പോലും തകർന്നു പോകത്തില്ല, ഒരാൾ പോലും നശിച്ചു എന്ന് കേൾക്കാൻ ഇടവരത്തില്ല. കാരണം നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കുക, അടയാളങ്ങൾ സംഭവിക്കുക, അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു അവസരവും കളയരുതെന്നാണ് പറയുന്നത്. അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഇപ്പോൾ ഓരോ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. കർത്താവ് ഇന്ന് നിയോഗം സമർപ്പിച്ച ഒരുപാട് പേർ പ്രാർത്ഥന ചോദിച്ചുള്ള വിഷയമാണ്. കുടുംബജീവിതം അനുഗ്രഹമാകുവാൻ പ്രാർത്ഥന ചോദിച്ചവരുണ്ട്. കുടുംബജീവിതത്തിനകത്തു നിഴലിച്ചു നിൽക്കുന്ന വഴക്കുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ അവരുടെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞു, സന്തോഷമില്ല, സമാധാനമില്ല, വഴക്കുകളായി ജീവിക്കുന്നു, കേസായി, ഇടപാടുകളായി, ആകെ അസ്വസ്ഥത, തെറ്റായ ചില ബന്ധങ്ങൾ, അസ്വസ്ഥതകൾ കുടുംബജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പറയുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഓരോ പ്രാവശ്യം നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങൾ അറിയാത്തൊരു അത്ഭുത വിടുതൽ ആ വിഷയത്തിൽ സംഭവിക്കും. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി പ്രവർത്തിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഓരോ വിഷയവും പറയുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരത്ഭുതം നടക്കുന്നത് വിശ്വാസത്തിൽ കാണണം. അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ചില വ്യക്തികൾ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് നിയോഗം വെച്ച് മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും അടിമത്തത്തിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങളുടെ കൂട്ടിൽ കിടക്കുന്ന വഴക്കിൻ്റെ പ്രയാസം, ഒരു ദിവസം സമാധാനമില്ല, ഒരു ദിവസം സ്വസ്ഥതയില്ല, എല്ലാത്തിനും കുറ്റം, എല്ലാത്തിനും വഴക്ക്,
കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരു തരി തിരിച്ചില്ല. പല വിധത്തിൽ ജീവിതത്തിൽ കെട്ടുപോയവരുണ്ട്. കുടുംബത്തിനകത്ത് നിങ്ങത്ത് പ്രാർത്ഥിച്ച് കുടുംബത്തിനകത്തുള്ള വ്യക്തികളിലുള്ള മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ലഹരിക്ക് അടിമയായി പോയ സാഹചര്യങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതലുകൾ സംഭവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കണം. എല്ലാത്തരം തകർച്ചകളിൽ നിന്നും പരാജയങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടാൻ. എന്തു ചെയ്തിട്ടും കടം മാറുന്നില്ല. എത്ര പൈസ കിട്ടിയാലും കൈ നിൽക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. പണം ഇല്ലാഞ്ഞിട്ടല്ല, പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് പണം കൈകാര്യം ചെയ്യാൻ അറിയില്ലാത്തൊരു കാര്യം. പണം അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ദൈവമാണ് തരുന്നത്. ചിലരുടെ കയ്യിൽ എത്ര കിട്ടിയാലും തോട്ടിലെ വെള്ളം പോലെയാണ്. അത് കയ്യിൽ നിന്ന് പോകുന്ന ഉപകാരത്തെ കൊള്ളിക്കാൻ പറ്റുന്നില്ല. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ, നിങ്ങളുടെ ശമ്പളം, നിങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായുള്ള ഒരു വലിയ വിടുതലുകൾ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച് അത് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമാകട്ടെ. സാമ്പത്തികമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു പ്രാർത്ഥനയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ചിലതൊക്കെ തുടങ്ങി, പക്ഷെ ഇത് കടബാധ്യതയിലും ജപ്തിയുടെ വക്കിലുമാണ്. ഫോൺ ബെല്ലടിക്കുന്നത് പോലും പേടിയാണ്. മെസ്സേജ് അയക്കുമ്പോൾ പോലും അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പേടിയാണ്. കാരണം കൊടുത്ത ആൾക്കാരാ പണം തരാനുള്ളവരാണോ? ഭയപ്പാടിൽ കഴിയുന്നവർ, നിങ്ങളുടെ സാമ്പത്തിക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറാൻ പ്രാർത്ഥിച്ച് വീടൊന്ന് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, വീടും സ്ഥലവും വിറ്റ് കടം വീട്ടാൻ ആഗ്രഹിക്കുന്നവർ, വിവിധ തരത്തിൽ ഭാരപ്പെടുന്ന എല്ലാവരും ഒന്ന് കരങ്ങളെ ഉയർത്താമോ? സാമ്പത്തികമായി ഭാരം അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർ, കറണ്ട് ബിൽ അടയ്ക്കാൻ പോലും പൈസ ഇല്ലാത്തവർ, ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർ, വീടൊന്ന് പുതുക്കി പണിയാൻ കഴിയാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, കർത്താവേ അങ്ങയുടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അത്ഭുത വിടുതലുകൾ സംഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കണമേ. അടയാളങ്ങൾ സംഭവിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഇൻ ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. പല വിധത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഒന്നിലും ജോലി ശരിയാകുന്നില്ല. ഒരു നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ, PR കിട്ടിയിരുന്നെങ്കിൽ, വിസ ശരിയായിരുന്നെങ്കിൽ, കൊടുത്ത പണം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ചില ആളുകൾ വലിയ കയത്തിലാണ്, ഇരുട്ടിലാണ്. ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിൻ്റെ കിട്ടുന്ന ഒരു പ്രതീക്ഷ പോലും ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചേ. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, ജോലിയിലെ ആ സ്ട്രെസ് ഒന്ന് മാറിയിരുന്നെങ്കിൽ, ഒരു പ്രമോഷൻ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ജോലി സംബന്ധമായ കാര്യത്തിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ, ആ പരീക്ഷ പാസ്സായിരുന്നെങ്കിൽ, ആ ഭാഷ പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ രാജ്യത്ത് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പാസ്പോർട്ടൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ള കൈകളെടുത്തേ. യെശയ്യാ 45:2 വചനം പറഞ്ഞു. എന്നിട്ട് ആ പാസ്പോർട്ടിൽ കൈവച്ചിട്ട് നിങ്ങൾ പറഞ്ഞേ, ഞാൻ ഇതിനകത്തൊരു അത്ഭുതത്തെ കാണും. പ്രിയപ്പെട്ട, ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് ലഭിക്കും. വിശ്വസിക്കുന്നു. സാമർഥ്യമുള്ളവരെ അല്ല കേട്ടോ ദൈവം അനുഗ്രഹിച്ചത്, സമർപ്പണമുള്ളവരെയാണ്. സാമർഥ്യമുള്ളവരെന്ന് ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നിട്ടില്ല. എന്നാൽ സമർപ്പണമുള്ളവർ പരിധിയിൽ കൂടുതൽ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എടുത്ത് കയ്യിൽ പിടിച്ച് പാസ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആയിരിക്കാം, എടുത്ത് പിടിച്ച് ഒരു നിമിഷം ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, യെശയ്യാ 45:2, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും, വിച്ചലവാത് ഓടിക്കും, ഇരുമ്പോടാമ തകർക്കും. ഈ വചനത്തിന്റെ ശക്തിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ ആയിരിക്കാം പ്രാർത്ഥി. അവർ വേറൊരു രാജ്യത്തായിരിക്കാം, തിരിച്ചു പോരേണ്ടി
വരുവോ, PR കിട്ടുവോ, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുവോ, പല കാര്യത്തിൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ കരങ്ങളെ ഉയർത്തി നിങ്ങളുടെ സ്വപ്നങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നടക്കട്ടെ. ചില പുതിയ വഴികൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനകത്തൊരു അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് ആ പാസ്പോർട്ടൊക്കെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ തന്നെ അതേന്ന് ആദ്യം ഒരു വാക്ക് പറയണം, ഒരു വാക്ക് റിലീസ് ചെയ്യണം, ഒരു വാക്ക് ഉറക്കെ പറയണം. ഞാൻ ഇതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കാണും. ഞാൻ ഇതിനകത്ത് എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതിൻ്റെ ഒരു അടയാളം ഞാൻ കാണും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടും. അവൻ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് പ്രതിഫലവും കിട്ടും. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, വിസ തടസ്സം മാറുവാൻ, കിട്ടുവാനുള്ള പണം കിട്ടുവാൻ, പഠന കാര്യങ്ങൾ അനുഗ്രഹമാകുവാൻ, വിവിധ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ ഇപ്പോൾ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ വീട് മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കുഞ്ഞുങ്ങളിൽ ആരും വഴിതെറ്റിപ്പോകാതെ അവർ ഉയർന്ന ഒരു നിലവിലെത്തണം, അവർ ഉയർന്ന ഒരു പദവിയിലെത്തണം, അവർ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരും ആ കരങ്ങളെ ഒന്ന് ഓർത്ത്, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ മക്കളെ ഓർത്ത് പഠനത്തിൽ വിജയമുണ്ടാകാൻ, സ്വഭാവം ഉണ്ടാകുവാൻ, സ്വഭാവ രൂപീകരണം സംഭവിക്കുവാൻ, അവർ അനുഗ്രഹമാകുവാൻ, അവർ ഉദ്ദേശിച്ച കാര്യത്തിൽ മേൽ വിജയമുണ്ടാകുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, നല്ല ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നല്ലൊരു വാഹനം മേടിക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, നല്ലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവരെല്ലാം പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഇടപെടൽ ഇപ്പോൾ നടക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. നിന്റെ ദുഃഖങ്ങൾ നീ മറന്നു പോകും കേട്ടോ. മറന്നു പോകത്തക്ക വിധം ദൈവം നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. അടുത്തൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവർ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർ, ഇത്രയും വിഷയങ്ങളെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ച്, മക്കൾക്ക് ചില രോഗവിവരങ്ങളുള്ളത് അറിഞ്ഞ് വിഷമിക്കുന്നവർ, ഓട്ടിസം പോലുള്ള രോഗം ബാധിച്ച കുഞ്ഞുങ്ങളുള്ളവർ ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? ഈ നിയോഗത്തിൽ ആരുടെയൊക്കെ നിയോഗങ്ങളുണ്ടോ അവരെ ഇപ്പോൾ ദൈവസന്നിധിയിൽ ചേർത്ത് വയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ ഒരു വാക്ക് പറയാം, ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരികയില്ല, നിനക്ക് നന്മ വരും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ നോക്കി, ജീവിതത്തെ നോക്കിയിട്ട് ദൈവത്തിൽ ഒരു വാക്ക് പറയാം, നിന്റെ നന്മയ്ക്ക് ഇത് കാരണമാകും. നീ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പോലും വെറുതെ ആകത്തില്ല. നീ പ്രാർത്ഥിച്ച ഒഴുക്കിയ ഒരു തുള്ളി കണ്ണുനീര് പോലും വെറുതെ ആകത്തില്ല. നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട്. നിന്റെ മേൽ കരങ്ങൾ വെച്ചെന്നതുപോലെ ചില അനുഗ്രഹത്തെ കൈമാറി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം നടക്കുവാൻ ശബ്ദം ഉയർത്തി, സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി, കരങ്ങൾ ഹൃദയത്തോട് ചേർത്തോ കരങ്ങൾ കൂപ്പിയോ? നിങ്ങൾ വെഞ്ചരിക്കാനായി എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൈകളിലെടുക്കാം. നിയോഗ കൊന്തയുണ്ടെങ്കിൽ കൈകളിലെടുക്കാം. ഒത്തിരി വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. ഒന്നും വെറും പ്രാർത്ഥനയല്ല, ഉള്ളിൽ തട്ടിയുള്ള പ്രാർത്ഥനയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാണ്. ചിലർ കഷ്ടപ്പെട്ടാണ്, ചിലർ ഇഷ്ടപ്പെട്ടാണൊക്കെ പ്രാർത്ഥിക്കുന്നത്. കഷ്ടപ്പെട്ടായാലും ഇഷ്ടപ്പെട്ടായാലും ദൈവം ഒരു വാതിൽ തുറക്കും. ഒരു നേർച്ച നേരാമോ? എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പം മടി കൂടാതെ, നാണമില്ലാതെ, ചമ്മലില്ലാതെ ഞാൻ ഈ അൾത്താരയിൽ നിന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഒരു സാക്ഷ്യം പറയാൻ എനിക്കൊരു ഭാഗ്യം വേണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നവരുണ്ട്. ഒന്നിലധികം പ്രശ്നങ്ങളുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വപ്നം കാണുമ്പം വഴിയും വാതിലും ദൈവം തുറക്കും. മറക്കുമോ? സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ കാണുന്നതിനെയല്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കാണണം ചില സ്വപ്നങ്ങൾ. അത് പല വിചാരമല്ല. ഒരു കാലത്ത് ദൈവസന്നിധിയിൽ നിന്നപ്പോൾ ഞാൻ കണ്ട സ്വപ്നത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. എനിക്ക് ദൈവവചനം പ്രസംഗിക്കണമെന്നത് സ്വപ്നമായിരുന്നു. ദൈവസന്നിധിയിൽ കാണുന്ന സ്വപ്നങ്ങൾ നിനക്ക് യാഥാർത്ഥ്യമായി വരും കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ അത് സ്വപ്നമാണ്. എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ
എൻ്റെ ജീവിത പങ്കാളി ഒന്ന് സ്വഭാവത്തിൽ മാറിയിരുന്നെങ്കിൽ, എല്ലാവരെ പോലെ സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇതിൻ്റെയൊക്കെ പേരാണ് സ്വപ്നം. ദൈവസന്നിധിയിൽ സ്വപ്നങ്ങളെ കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി സ്വപ്നം, എൻ്റെ ദൈവമേ ആ വീട്ടിൽ വിവാഹം നടന്നല്ലോ, ആ മകളുടെ എൻ്റെ മകൻ്റെ വിവാഹം നടന്നില്ലല്ലോ, എൻ്റെ മകളുടെ വിവാഹം നടന്നില്ലല്ലോ. പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെ ദൈവം യാഥാർത്ഥ്യമാക്കി തരും. ഏത് വിഷയമാണോ നിങ്ങൾ മനസ്സുകൊണ്ട് കാണുന്നത്, ആ വിശ്വാസത്തിൽ അത് ദൈവസന്നിധിയിലേക്കൊന്ന് കൊടുത്തേ. എസ്തേറിന്റെ പുസ്തകത്തിൽ മൊർദെഖായി എന്ന് പറയുന്ന വ്യക്തി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ ഒരു വലിയ നദി പുറപ്പെട്ടുവെന്നും പ്രകാശമുണ്ടായെന്നും എളിയവർ ഉയർത്തപ്പെട്ടുവെന്നും. എനിക്ക് മനസ്സിലാകുന്നില്ല, ചെറിയ ഉറവയിൽ നിന്ന് എങ്ങനെയാണ് വലിയ മഹാനദി ഉണ്ടാകുന്നത്? പ്രാർത്ഥനയുള്ള യാഥാർത്ഥ്യമായി മാറും. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ, ആ നിയോഗ കൊന്തയിലെ 4 പ്രാവശ്യം പ്രാർത്ഥന ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ട വൈദികർ വിശുദ്ധ ജലം തളിച്ച് നേർച്ച ഭക്ഷണവും എണ്ണയും വെള്ളവും ആശീർവദിച്ച് ഈ ജനത്തെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇതാ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇപ്പോൾ ഒരു അത്ഭുതം നടക്കണമെന്ന് പ്രാർത്ഥിക്കുക, ഇപ്പോൾ ഒരു വിടുതൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുക, ഇപ്പോൾ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും, എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ ഇന്നലെയും ഇന്നുമായി ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും, എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും, എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും, എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ദിവ്യകാരുണ്യത്തെ നോക്കിയിട്ട് പറഞ്ഞ്, ഞാനൊരു സാക്ഷ്യത്തെ പറയും. എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ പറയും. എനിക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരും. എനിക്കൊരു ദോഷവും വരികയില്ല, എനിക്കൊരു തിന്മയും വരികയില്ല, നിനക്കൊരു അനർത്ഥവും വരികയില്ല, നിനക്ക് ദൈവം നന്മകൾ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം ചേർന്ന് പാടാം. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ഒരുമിച്ച് പാടി. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥനയോടെ നിന്ന് ഈശോയുടെ ആശീർവാദത്തിനായി ഒരുങ്ങുവാണ്. അതിനു മുമ്പ് കണ്ണുകളൊന്നടച്ച്
ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും സാക്ഷ്യങ്ങൾ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. കണക്ക് ചോദിച്ചാൽ ഇനിയും സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, എഴുതിയത് വായിക്കാനുണ്ട്. എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു മാസം 200ഓളം സാക്ഷ്യങ്ങളുണ്ട് ഇവിടെ വന്ന് പറയുന്നവർ. അറിവിൽ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഈ ജനത്തെ കൊടുക്കുവാണ്. ഇത്രയും ത്യാഗത്തോടെ ഈ ഹാളിനകത്തിരിക്കണേ തന്നെ ഒരു ത്യാഗം വേണം. അത്രയും ചൂടും ആവിയും പരവേശവും അതിനകത്ത്. കർത്താവ്, ഇത് ഈ ജനത്തിനൊരു അനുഗ്രഹമായിട്ട് വരണം. ഇതിവർക്ക് നന്മയായിട്ട് വരണം. പ്രതീക്ഷയുടെ കയറിൽ ഒരു നാര് പൊട്ടിയാൽ തന്നെ അത് വേദനയാണ്. പ്രതീക്ഷയുടെ കയറിലെ ഒരു ചെറിയ നാര് പോലും പൊട്ടുന്നത് വേദനാജനകമാണ്. ജനനം എല്ലാവരും അറിയും, കുറേ ആളുകളൊക്കെ അറിയും. മരണവും അതിനേക്കാൾ കൂടുതൽ അറിയും. പക്ഷേ അതിനിടയിൽ, ജനനത്തിനും മരണത്തിനും ഇടയിൽ കുറേ ജീവൻ മരണ പോരാട്ടങ്ങളുണ്ട്. അതാരും മനസ്സിലാക്കാത്തത്, അതാർക്കും അറിയത്തില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവനവൻ കൊണ്ടു നടക്കുന്ന വേദനകളൊന്നും അറിയത്തില്ലല്ലോ. എന്തു വേദന ആയിക്കൊള്ളട്ടെ, എന്തു വിങ്ങലായിക്കൊള്ളട്ടെ, ഇവിടുന്ന് പോകുമ്പം പുഞ്ചിരിച്ച മുഖത്തോടെ വേണം പോകാൻ. അത് ഈ അൾത്താരയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആരാധനയുടെ മുമ്പിൽ നിന്ന് പറ, വിശ്വാസത്തിൽ പറയണം, നല്ലതിനാണെന്ന് വിശ്വസിക്കുവാണ് ഞാൻ. നല്ലതിനാണെന്ന് ഞാൻ വിശ്വസിക്കുക. നല്ലതിനാ. ആ പരാജയം നല്ലതിനാ. ആ വ്യക്തി മാറിപ്പോയത് നല്ലതിനാ. എന്തോ നന്മയ്ക്കാണത്, എന്തോ ഒരു കാര്യത്തിനാണ്. നിന്റെ നന്മയ്ക്കത് കാരണമാകും. ഹല്ലേലൂയ. നല്ലൊരു തീരുമാനമെടുത്ത് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം എല്ലാവരോടും പറയട്ടെ. നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കും. ഒരു സാക്ഷ്യം എനിക്ക് പറയണം. ആ സാക്ഷ്യം പറയാനെടുക്കുന്ന തീരുമാനം ഒരനുഗ്രഹത്തിൻ്റെ ചുവടുവയ്പ്പാണ്. കാരണം എൻ്റെ ഒരു സാക്ഷ്യം അനേക സാക്ഷ്യങ്ങൾക്ക് ജന്മം കൊടുക്കും. ഇവിടെ ഇരുന്ന് കണ്ട ചില സ്വപ്നങ്ങളുണ്ട്, അത് നടന്നായിരുന്നെങ്കിൽ അതൊക്കെ നാളുകളിൽ യാഥാർത്ഥ്യമാകും. ഒരു തളർവാദ രോഗിയെ 4 പേര് കൂടിയാണ് എടുത്തുകൊണ്ട് പോയെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിന് അനുഗ്രഹമാകാൻ ഒരു 3-4 പേരെയൊക്കെ തന്നിട്ടുണ്ട്. അവരോട് ഒരിക്കലും പിണങ്ങിയേക്കരുത്. ചിലപ്പോൾ അവരോടായിരിക്കും ആദ്യം പോയി തെറി പറഞ്ഞ് പിണങ്ങുന്നത്. ഉപകാരം തന്നോനെ ആദ്യം പിണക്കുന്നത്. നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ച ഒരാളോടും പിണങ്ങരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ വിലയുള്ളവരാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വിലപ്പെട്ടവരാണ്. അവരുടെ വിശ്വാസം കണ്ടാ ഇപ്പുറത്തൊരു അനുഗ്രഹം ഉണ്ടായത്. ഇവിടെ ഇരിക്കുന്ന ഒരമ്മ, ഒരപ്പൻ, ആരുമാകട്ടെ, നിങ്ങളുടെ വിശ്വാസം കണ്ട് നിങ്ങളുടെ വീട്ടിലൊരു അനുഗ്രഹം വെളിപ്പെടണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു അനുഗ്രഹം വെളിപ്പെടണം. ഹല്ലേലൂയ. ഞങ്ങളെല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കരമുയർത്താറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി ഒരു കുഞ്ഞു പോലും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും പോകാനിടയാകരുത്. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വചനം കേൾക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കരുത്. ഒരാളും തകർന്നു നശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഒരാൾക്ക് ദുരന്തമുണ്ടായി, രോഗമുണ്ടായി, പണ്ട് പ്രാർത്ഥിക്കാമെന്ന ഒരാൾ ആശുപത്രിയിലാണെന്ന് കേൾക്കാൻ ഇടയാകരുത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, നല്ല വീട് നിങ്ങൾക്ക് ലഭിച്ചു, സഞ്ചരിക്കാൻ നല്ല വാഹനമുണ്ടായി എന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടുവെന്നും ആ തടസ്സം മാറിയെന്നും ഒക്കെ ഈ പരിസരത്ത് വന്ന് പറയുമ്പോൾ അതൊരു സാക്ഷ്യമാണ്. അത് ഞങ്ങളുടെ പ്രതിഫലമാണ്. അതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെട്ടു വരണം. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരാളും നശിച്ചു പോയേക്കരുത്. രക്ഷപ്പെട്ടു വന്നോണം. നല്ല നല്ല രാജ്യങ്ങളിൽ എത്തിക്കോണം. നല്ല ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തണം. മൊബൈൽ നോക്കിയും തെറ്റായ ബന്ധങ്ങളിൽ പോയും ഭാവിയും നല്ല ജീവിതവും ആയുസ്സും ആരോഗ്യവും കളയല്. എത്തേണ്ട ചില സ്ഥലങ്ങളുണ്ട്, ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വേണം ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അത് സാധിക്കും. ഇതൊക്കെ ചുമ്മാ ഒച്ചവക്കല ബഹളം വയ്ക്കലല്ല. ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. ചെറിയ ഉറവയിൽ നിന്ന് വലിയ മഹാനദി പുറപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കണ്ണുകളെ അടച്ച് ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിക്കാൻ പോകുമ്പോൾ, ബിനോയ് അച്ഛൻ ചെറുപുഴയിലുള്ള കന്നിക്കുളം കോളേജിൽ അധ്യാപകനാണ്. അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു വൈദികനാണ്. ഒരു നിമിഷം ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം.
പ്രിയപ്പെട്ട ബിനോയ് അച്ഛൻ പരിശുദ്ധ കുർബാന എടുത്തുയർത്തുമ്പോൾ നിങ്ങളൊരു നേർച്ച നേരണം. കർത്താവേ, എൻ്റെ ഒരു സാക്ഷ്യത്തെ ഒരു അത്ഭുതമാക്കി, എൻ്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി മാറ്റണമേ. എൻ്റെ കണ്ണുനീരൊക്കെ മറക്കത്തക്ക വിധം ഒരു അനുഗ്രഹം എനിക്ക് തരണമേ. എൻ്റെ വേദനകളൊക്കെ മറക്കത്തക്ക വിധം ഒരു അനുഗ്രഹം എനിക്ക് തരണമേ. പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒന്നിലധികം പ്രശ്നങ്ങളാണെന്നല്ല ഞാൻ കേൾക്കേണ്ടത്, എൻ്റെ പ്രശ്നങ്ങൾ മാറി എന്ന് എനിക്ക് പറയാൻ ഇടവരണം. രണ്ട് കരങ്ങളെയും ഉയർത്തി ശബ്ദമുയർത്തി സ്തുതിക്കുമ്പോൾ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ജീസസ്. പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കണമേ. ഇപ്പോൾ അടയാളങ്ങൾ സംഭവിക്കണമേ. ദൈവ പ്രവൃത്തികൾ സംഭവിക്കണമേ. അടയാളങ്ങൾ സംഭവിക്കണമേ. ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കണമേ. ചേർന്ന് സ്വരമുയർത്തി ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ.